ഹായ് സുഹൃത്തുക്കളെ, സയൻറ്റിഫിക് ഹെൽത്ത് ടിപ്സിൻ്റെ ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ചും ഏതാണ് ചൂടാക്കാൻ ഏറ്റവും ഉത്തമമായ എണ്ണയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ റെസ്പോൺസ് വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ ഈ ലൈവ് പ്രോഗ്രാം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പല എണ്ണകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. വെളിച്ചെണ്ണ, നെയ്യ്, സൺഫ്ലവർ എണ്ണ, സോയാബീൻ എണ്ണ. പക്ഷേ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഏത് എണ്ണയാണ് ചൂടാക്കാൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയെക്കുറിച്ച് വളരെ വിദ്യാധാരകൾ നമ്മുടെ ഇടയിലുണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയ പഠനങ്ങളെല്ലാം തെളിയിക്കുന്നു, നമ്മൾ വെളിച്ചെണ്ണ ഉപഭോഗം നിർത്തി റിഫൈൻഡ് ഓയിൽസിലേക്ക് മാറിയപ്പോഴാണ് നമ്മുടെ കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും രോഗത്തിൻ്റെ തോത് ഉയർന്നതിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ ബെസ്റ്റ് ഫാറ്റ്സ് ഫോർ ഡീപ് ഫ്രൈ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല എണ്ണ ഫോർ ലോങ് ടൈം കൺസപ്ഷൻ ഏതെന്നും കൂടെ ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതാണ് കോക്കനട്ട് ഓയിൽ? ദ മിറാക്കിൾ മെഡിസിൻ ഫ്രം നാച്ചുറൽസ് ഫാർമസി. അതായത് പ്രകൃതിയുടെ ഫാർമസി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് ഈ വെളിച്ചെണ്ണ. അമേരിക്കയിലും യൂറോപ്പിലും ഏറ്റവും പുതിയ ട്രെൻഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ക്യാപ്സൂൾ കഴിക്കുകയാണ് ഇരിക്കുന്നത്. അമേരിക്കയിൽ ഒരു 40% അമേരിക്കൻസ് രാവിലെ അവർക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണയെ ടാബ്ലറ്റ് രൂപത്തിലാക്കിയിട്ട് രാവിലെ 5 ടാബ്ലറ്റ് അവർ കഴിക്കുന്നു. നമുക്കറിയാം സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്നത്. പണ്ട് ഒലിവ് ഓയിലായിരുന്നു സൂപ്പർ ഫുഡ്. ചിലപ്പോൾ ക്യുനോവ എന്ന് പറഞ്ഞൊരു സാധനം സൂപ്പർ ഫുഡായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം 3 വർഷമായിട്ട് യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലെയും കണക്കാക്കുന്ന സൂപ്പർ ഫുഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള 100 കണക്കിന് ഗവേഷണങ്ങളാണ് പല പ്രബന്ധങ്ങളിലും, അത് റിസർച്ച് ജേർണൽസിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ദി മിറാക്കിൾ മെഡിസിൻ ഫ്രം നാച്ചുറൽസ് ഫാർമസി. പ്രകൃതിയുടെ ഒരു ഫാർമസിയാണ്. അപ്പോൾ ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു തെങ്ങ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വലൻ ടു എ ഫാർമസി. അപ്പം എന്തുകൊണ്ടാണ് കോക്കനട്ട് ഓയിലിന് മാത്രം ഇത്ര സവിശേഷതയുള്ളതിരിക്കുന്നത്? പലതരത്തിലുള്ള എണ്ണകൾ ഞാൻ പറഞ്ഞല്ലോ. വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സൺഫ്ലവർ എണ്ണ, സോയാബീൻ, കടുകെണ്ണ, നിലക്കടലയുടെ എണ്ണ, റൈസ് ബ്രാൻ ഓയിൽ. അപ്പം ഈ എണ്ണകളിൽ നിന്ന് വൈ കോക്കനട്ട് ഓയിൽ സ്റ്റാൻഡ് ഔട്ട്? കോക്കനട്ട് ഓയിലിനെ അതിൻ്റെ മേന്മ ഉളവാക്കുന്ന എന്ത് സവിശേഷതയാണ് കോക്കനട്ട് ഓയിൽ ഉള്ളതിരിക്കുന്നത്? അതാണ് മിറക്കിൾ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു അത്ഭുത കോമ്പൗണ്ട്. എന്താണ് അതിൻ്റെ പേര്? ലോറിക് ആസിഡ്. ലോറിക് ആസിഡ്, ദ ബെനിഫിറ്റ് ഓഫ് ലോറിക് ആസിഡ്. അതായത് 50% കോക്കനട്ട് ഓയിലും ഉള്ളത് ഈ യുണീക്കായിട്ടുള്ള ഒരു ഫാറ്റി ആസിഡാണ്. അതിൻ്റെ പേരാണ് ലോറിക് ആസിഡ് ഇരിക്കുന്നത്. ഇനി കോക്കനട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോറിക് ആസിഡ് കണ്ടെത്തിയിരിക്കുന്നത് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമാണ് ഉള്ളതിരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലിനെ ഈ മിറക്കിൾ ഫാറ്റ് ആകുന്ന, അതായത് ഗോഡ്സ് ഓൺ ഫാറ്റ് ആക്കുന്ന ഈ അത്ഭുത ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല, ലോറിക് ആസിഡ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ലോറിക് ആസിഡ് ഇരിക്കുന്നത്. അതാണ് ഒരു കോക്കനട്ട് ഓയിലിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയും. അതായത് എല്ലാ എണ്ണകളും, അത് റൈസ് ബ്രാൻ ഓയിലായിക്കോട്ടെ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കടുകെണ്ണ ആയിക്കോട്ടെ, ഏതെണ്ണ എടുത്താലും അതിനുള്ളിലുള്ള 100% ഫാറ്റി ആസിഡ്സും ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. കാർബൺ നമ്പർ 18, കാർബൺ 14 മുതൽ 18 വരെയുള്ള ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ് ഇരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് 4 തരത്തിലാണ് ഒരു കൊഴുപ്പിനെ നമുക്ക് വിഘടിക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയും, രണ്ടാമത്തത് മീഡിയം ചെയിൻ എന്ന് പറയും, മൂന്നാമത്തത് ലോങ് ചെയിൻ എന്ന് പറയും, നാലാമത്തത് വെരി ലോങ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് omega-3 എന്ന് പറയും. അത് മീനിലാണ് കണ്ടത്. മീൻ എണ്ണ വെരി ലോങ് ചെയിൻ ആണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ബാക്കി എല്ലാ എണ്ണകളും ലോങ് ചെയിൻ ആണ്. 18 കാർബണാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. 18 കാർബണുള്ള ലോങ് ചെയിൻ ആണ്. പക്ഷേ കോക്കനട്ട് ഓയിൽ മാത്രം 50% കോക്കനട്ട് ഓയിലും ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് ആണ്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിൻ്റെ ഓൾ ഗുഡ്നെസ് ഡിറൈവ് ഫ്രം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആൻഡ് ലോറിക് ആസിഡ് ആണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് പഠിക്കാം. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് ആൻഡ് ബെനിഫിറ്റ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നത്. 100 കണക്കിന് ഗവേഷണങ്ങളായിരിക്കും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
the coconut oil is as good as as good as having a pharmacy in your home. അതുകൊണ്ട് അമേരിക്കയിൽ ഈ ലോറിക് ആസിഡിനെ കൺവേർട്ട് ചെയ്യും, മോണോലോറിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താണ് മോണോലോറിൻ? ലോറിക് ആസിഡ് ടു മോണോലോറിൻ. നമ്മൾ ഈ കോക്കനട്ട് എണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിലെത്തുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ഈ മോണോലോറിനായിട്ട് മാറും. ഏതാണ്? കോക്കനട്ട് ഓയിലുള്ള 50% ഈ ലോറിക് ആസിഡ് ചെറുകുടലിലെത്തുമ്പം മോണോലോറിൻ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആയിട്ട് അത് മാറും. അതുകൊണ്ടാണ് ഈ മോണോലോറിൻ്റെ ടാബ്ലറ്റുകൾ അമേരിക്കയിലെ പല മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു കാര്യം, അമേരിക്ക ഡിയോഡ്രൻറ്റ്, മൗത്ത് വാഷ്, ഫേസ് വാഷ്, ഷാംപൂ ഇതെല്ലാം കോക്കനട്ട് ഓയിൽ കൊണ്ടുള്ളതാണ് ഇപ്പം അവർ താല്പര്യപ്പെടുന്നത്. ദേ ഹാവ് ദി സോ ഹ്യൂജ് ഡിമാൻഡ് ഫോർ കോക്കനട്ട് ഓയിൽ അക്രോസ് ദി ഗ്ലോബ്. അത് ഈ മോണോലോറിൻ എന്ന് പറഞ്ഞ ഈ ടാബ്ലറ്റ് അമേരിക്കയിലെ വൈറ്റമിൻ ഷോറൂമുകളിലെല്ലാം അവൈലബിൾ ആണ്. ഒരു 60 ടാബ്ലറ്റിന് ഏകദേശം ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ വരും. അപ്പം നമുക്ക് 1 ലിറ്റർ ഒരു തേങ്ങയുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂട്ടി ഒരു 20 മോണോലോറിൻ്റെ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ ഒറ്റ തേങ്ങയെന്ന്. അപ്പോൾ 3 തേങ്ങയെന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ മോണോലോറിൻ്റെ വിലയാണ് 10,000 രൂപ. അപ്പോൾ അത്രയ്ക്ക് അത് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡിന് ബാക്ടീരിയനെയും വൈറസിനെയും കൊല്ലാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ലോറിക് ആസിഡും ഈ മോണോലോറിൻ്റെ പ്രധാന സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയനെ ഈ മോണോലോറിന് കൊല്ലാൻ സാധിക്കും. അതുപോലെ ലോറിക് ആസിഡ്. അതുകൊണ്ടാണ് കുട്ടിയുടെ ബ്രസ്റ്റ് മിൽക്കിൽ ദൈവം ഈ മോണോലോറിൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല ജനിച്ചു കഴിയുമ്പം. അപ്പോൾ അമ്മയുടെ പാലിക്കൂടെ വരുന്ന ഈ മോണോലോറിനാണ് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും പ്രധാനമായിട്ട് പ്രദാനം ചെയ്യുന്നതിരിക്കുന്നത്. അപ്പോൾ അതേ മോണോലോറിനാണ് നമുക്ക് എവിടുന്ന് കിട്ടാൻ പോകുന്നത്? നമ്മൾ കോക്കനട്ട് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളക്കാർ ഏറ്റവും ഹെൽത്തിയർ കമ്മ്യൂണിറ്റി ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇരിക്കുന്നത്. കേരളക്കാർ മാത്രമല്ല, നമുക്കറിയാം ഈ പസഫിക് ഐലൻഡും ഇവിടെയൊക്കെ ആൾക്കാരുടെ ആയുസ് കൂടുതലാണ്. അതിനൊരു കാരണം ദ കൺസ്യൂം കോക്കനട്ട് ഓയിൽ. പക്ഷേ ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഒരു ടോട്ടൽ കൺസപ്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 20% മാത്രമേ കോക്കനട്ട് ഓയിലിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻ വരുന്നുള്ളിരിക്കുന്നത്. 80% ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന എഡിബിൾ ഫാറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലുള്ള എഡിബിൾ ഫാറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ക്വാളിറ്റിയും. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഉപഭോഗം നമ്മൾ കുറച്ചു. രണ്ടാമത്തത് എന്ത് ചെയ്തു? കിട്ടുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. മൂന്നാമത്തത് ഈ കോക്കനട്ട് ഓയിലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അതായത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ഓയിലുമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് കേരളത്തിലെ ഈ ക്യാൻസറിൻ്റെ റേറ്റൊക്കെ ഏറ്റവും കൂടാനുള്ള ഒരു കാരണമായിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഒരു സ്റ്റഡി, മൈക്രോബയോളജി സൊസൈറ്റി, ജേർണൽ ഓഫ് ജനറൽ വൈറോളജി. ലോറിക് ആസിഡ് ഇൻഹിബിറ്റ്സ് ദി മാച്ചുറേഷൻ ഓഫ് സ്റ്റൊമാറ്റൈറ്റിസ് വൈറസ്. അതായത് ഇതൊരു സ്റ്റാൻഡേർഡ് ജേർണലാണ്, ജേർണൽ ഓഫ് ജനറൽ വൈറോളജി. മൈക്രോബയോളജി സൊസൈറ്റി പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു സ്റ്റഡിയാണ് ലോറിക് ആസിഡ് ഇൻഹിബിറ്റ്സ് മാച്ചുറേഷൻ ഓഫ് വൈറസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ വൈറസിന് വിഘടിച്ച് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തണം. അപ്പോൾ ഈ പൂർണ്ണ വളർച്ചയെത്തുന്ന ഈ പ്രതിഭാസത്തിനെ എന്തിനു തടയാൻ സാധിക്കും? ഈ ലോറിക് ആസിഡിന് തടയാൻ സാധിക്കുമെന്നാണ് ഈ റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റഡിയിലേക്ക് നമുക്ക് നോക്കാം. അത് മനില യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. നമുക്ക് എല്ലാം ഒരു സന്തോഷ വാർത്തയാണ് ഈ സ്റ്റഡി നമുക്ക് തരാൻ പോകുന്നത്. എന്താണ്? മനില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2020 പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പറയുന്നു, ദ പൊട്ടൻഷ്യൽ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആസ് എഫക്റ്റീവ് ആൻഡ് സേഫ് ആൻറ്റിവൈറൽ ഏജൻറ്റ്സ് അഗെയിൻസ്റ്റ് ദി നോവൽ കൊറോണ വൈറസ്. അതായത് കൊറോണ വൈറസിനെതിരായിട്ടുള്ള ഒരു ഷീൽഡ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, കൊറോണ വൈറസിനെ തടയാനുള്ള ഒരു ബെസ്റ്റ് പ്രതിരോധ മാർഗമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണ. ആൻഡ് കോക്കനട്ട് ഓയിൽ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. കോക്കനട്ട് ഓയിൽ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചില ഉപഘടകങ്ങളാണ്. അതാണ് ലോറിക് ആസിഡ് ഇരിക്കുന്നത്. അതായത് കോക്കനട്ട് ഓയിലും പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലുള്ള ലോറിക് ആസിഡിനെയും കൊറോണ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ, വിഭജനത്തിനെ തടയാൻ സാധിക്കുമെന്നാണ് ഈ മനില യൂണിവേഴ്സിറ്റി എന്നുള്ള സ്റ്റഡി നമ്മളെ കാണിച്ചു തരുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ചില ഏരിയകളിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന ചില ഏരിയകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഹിയർ ഇരിക്കുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഇത് റഷ്യൻ റിപ്പബ്ലിക്കുകളാണ്, കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ഏരിയ തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ. അതുപോലെ ഈ ചില ഏരിയകളാണ് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസും ശ്രീലങ്ക, പിന്നെ ഇന്ത്യയുടെ ചില ഭാഗം. അപ്പോൾ ഈ ഏരിയയിലാണ് കോക്കനട്ട് ഓയിലിൻ്റെ 90%-ത്തിൻ്റെയും ഉപഭോക്താക്കളുള്ളത്. ഫിലിപ്പീൻസിലാണ് ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഓയിൽ കൺസ്യൂം ചെയ്യുന്നത്. രണ്ടാമത്തത് ഇന്തോനേഷ്യ, മൂന്നാമത്തത് ശ്രീലങ്ക, നാലാമത്തത് ഇന്ത്യ. അപ്പോൾ ഈ 4 രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയുടെ ഉപഭോഗം ഉള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയെ ആൾക്കാർ
ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചവറ്റുകൊട്ടയെ തള്ളാനുള്ള ഒരു പ്രധാന കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില പഠനങ്ങളുണ്ടായിരുന്നു. അതായത് കാർഡിയോളജിസ്റ്റുമാരും ഹെൽത്ത് എക്സ്പേർട്സ് ഒക്കെ റിപ്പീറ്റഡ്ലി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ്, ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ കൂടും, ഹാർട്ട് അറ്റാക്ക് കൂടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഹൃദ്രോഗത്തിന്റെ കേന്ദ്രം, പ്രഭവ കേന്ദ്രം ഏതായിരിക്കണം? ഫിലിപ്പീൻസ് ആയിരിക്കണം അല്ലേ? കാരണം അവിടെയാണ് കോക്കനട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഫിലിപ്പീൻസിലെ ഒരു 80% ജനങ്ങളും ഹാർട്ട് അറ്റാക്ക് പിടിപെട്ട് മരിക്കണം ഇരിക്കുന്നത്. ഇനി അത് ഉപയോഗിക്കാൻ ചില രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ ഹൃദ്രോഗ മരണം ഉണ്ടാകാനും പാടില്ല. അപ്പം നമുക്ക് ഈ 2 ഏരിയയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫിലിപ്പീൻസും ശ്രീലങ്കയും ഇന്തോനേഷ്യയും കേരളം, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന കേരളത്തിലെയും ഹൃദ്രോഗത്തിൻ്റെ റേറ്റും, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ 0 അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതായത് സൺഫ്ലവർ എണ്ണയും സോയാബീൻ എണ്ണയും ഉപയോഗിക്കുന്ന 100% സോയാബീൻ എണ്ണ ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതായത് കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇതൊക്കെ റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്ന് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 1 ലക്ഷത്തിൽ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്, അതായത് കോക്കനട്ട് ഓയിൽ ഒരു തുള്ളി പോലും രുചിച്ച് നോക്കാത്ത, സാച്ചുറേറ്റഡ് ഫാറ്റ് കൺസ്യൂം ചെയ്യാത്ത ഈ രാഷ്ട്രങ്ങളിലുള്ള ഹൃദ്രോഗത്തിന്റെ തോത് 1,700,000. അതായത് കോക്കനട്ട് ഓയിൽ കുളിച്ച് ജീവിക്കുന്ന, ജനിച്ച അന്ന് മുതൽ കോക്കനട്ട് ഓയിലിൽ കുളിച്ച് ജീവിക്കുന്ന ഈ ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലുള്ളത് വെറും 150 ഇരിക്കുന്നത്. 1,150,000 ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ആഗ്രഹിക്കുന്നത്? കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹൃദ്രോഗത്തിൻ്റെ ചാൻസ് പോലും കുറഞ്ഞു വരുമെന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 550 ഉണ്ട്. 1 lakh പോപ്പുലേഷനിൽ സെൻട്രൽ ഏഷ്യൻ കൺട്രിയിൽ 550 മുതൽ 700 വരെയുണ്ട്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഞാൻ പറഞ്ഞ ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും 1 ലക്ഷത്തിൽ ഹൃദ്രോഗം 200 മാത്രമേ ഉള്ളൂ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊളസ്ട്രോളും ഫാറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ സ്റ്റുപ്പിഡ് തിയറി കാരണമാണ് നമ്മൾ പേടിച്ചു, നമ്മൾ ഭയപ്പെട്ടു. കോക്കനട്ട് ഓയിലിനെ, ഈ ഗോഡ്സ് ഓൺ ഫാറ്റിനെ നമ്മൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അന്ന് മുതലാണ് കേരളം ഈ രോഗങ്ങളുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതായത് ലെസ് സാച്ചുറേറ്റഡ് ഫാറ്റ്, മോർ സാച്ചുറേറ്റഡ് ഫാറ്റ്, ഇതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. അതായത് വെളിച്ചെണ്ണയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റുള്ള ഒരു എണ്ണയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പോളിയാണ്. അപ്പോൾ 2 തരത്തിലാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും. അപ്പം അൺസാച്ചുറേറ്റഡ്, ഈ റെഡ് കളറിൽ കാണിക്കുന്ന ഏരിയകളിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന സൺഫ്ലവർ എണ്ണയും സോയാബീൻ എണ്ണയും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ റെഡ് കളറിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഇവിടെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അതായത് അയർലൻഡ്, UK, നോർവേ, ഓസ്ട്രിയ, ജർമ്മനി, ഡെൻമാർക്ക്, ഇറ്റലി, ഇവിടെയൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാരണം നമുക്കറിയാം, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് കൂടും തോറും ഹൃദ്രോഗത്തിൻ്റെ ലെവല് കുറയുന്നു. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടും തോറും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഹൃദ്രോഗത്തിൻ്റെ റേറ്റ് വളരെയധികമായിട്ട് ജമ്പ് ചെയ്യുന്നതായിട്ട് നമുക്കത് കാണിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് പസഫിക് ഐലൻഡ് എന്ന് പറയും. അതായത് ഈ നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിലേക്കുള്ള ഐലൻഡുകളുണ്ടല്ലോ ഇരിക്കുന്നത്, ഐലൻഡുകളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ, ദ്വീപിലുള്ളവർക്ക് അവർക്ക് വേറെ ഒരു എണ്ണയും കിട്ടത്തില്ല. ഗോം ഐലൻഡും അതുപോലെ തന്നെ ഫിലിപ്പീൻസിന് ചുറ്റി കിടക്കുന്ന 100 കണക്കിന് ഐലൻഡുകളും, ശ്രീലങ്കയുടെ ചുറ്റി കിടക്കുന്ന ഐലൻഡും, നമ്മുടെ ലക്ഷദ്വീപിലും ആൻഡമാനിലും ഒക്കെ അവർക്ക് കിട്ടുന്ന ഏക സ്രോതസ് വെളിച്ചെണ്ണ മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ജനങ്ങളാണ് എവിടെയുള്ളത്. അപ്പോൾ ഫിഷിൻ്റെ ഓയിലും, മീനിൻ്റെ എണ്ണ, അത് omega-3 സാച്ചുറേറ്റഡ് വെളിച്ചെണ്ണയുമാണ് ഈ ദ്വീപുകളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു 30-40% ഒരു ദിവസത്തെ എനർജി അവർക്ക് ലഭിക്കുന്നത് തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണയിൽ നിന്നുമാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അൺഹെൽത്തി പോപ്പുലേഷൻ ആരായിരിക്കണം? ഈ ഐലൻഡിൽ ജീവിക്കുന്ന ഈ മനുഷ്യരായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ പസഫിക് ഐലൻഡിലും അതുപോലെ തന്നെ ഈ സോളമൻ ഐലൻഡ്സും, അത് ലൈക്ക് പോളിനേഷ്യൻ കൺട്രീസ് എന്ന് പറയും, പോളിനേഷ്യൻസ്, ഈ പോളിനേഷ്യൻ കൺട്രീസിലും പോളിനേഷ്യൻ ഐലൻഡുകളിലും ആണ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻസ് ഉള്ളതിരിക്കുന്നത്. അവിടെ ഹൃദ്രോഗം കടന്നു ചെന്നിട്ടില്ല. അവരുടെയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പം ഈ ദ്വീപുകളിലുള്ള ദ്വീപുവാസികളുടെ ഹൃദയം ശാസ്ത്രജ്ഞന്മാർ കീറി മുറിച്ച് പഠിച്ചപ്പം അവർ അത്ഭുതഭ്രാന്തരായിപ്പോയി. അവനകത്ത് ഒരു ബ്ലോക്കില്ല. അതുപോലെ അമേരിക്കയിലെ 10-15 വയസ്സുള്ള കുട്ടികളുടെ, ആക്സിഡന്റ് മരിച്ച കുട്ടികളുടെ ഹാർട്ടുമായിട്ട് അവർ കമ്പയർ ചെയ്തു. അതായത് ഈ പസഫിക് ഐലൻഡിലുള്ള 80 വയസ്സുള്ള വയസ്സന്മാരുടെ ഹൃദയവും അമേരിക്കയിലുള്ള 10 വയസ്സുള്ള 15 വയസ്സും ആക്സിഡന്റ് മരിച്ച കുട്ടികളുടെ ഹൃദയം കൂടി അവർ കീറി മുറിച്ച് പരിശോധിച്ചപ്പോൾ അവർ ശരിക്കും സ്തബ്ധരായിപ്പോയി. അതിന് കാരണം എന്താണ്? ഈ വയസ്സന്മാരുടെ ഹൃദയത്തിൽ ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ലായിരുന്നു.
പക്ഷേ ഈ 15-20 വയസ്സുള്ള കുട്ടികളിൽ ആവറേജ് ബ്ലോക്ക് സൈസ് 30% ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലായിരുന്നു നമ്മളെ ശരിക്കും സംരക്ഷിച്ചുകൊണ്ടിരുന്നത് റിയൽ പ്രൊട്ടക്ടർ ഇരിക്കുന്നത്. അത്രയ്ക്ക് മേന്മയുള്ള ഈ കോക്കനട്ട് ഓയിലിനെ നമ്മൾ എന്ന് യൂസ് ചെയ്യാൻ നിർത്തിയോ അന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലം കർണാടകയിലാണ് ഇരിക്കുന്നത്. കർണാടകയിലുള്ള ഒരു ഉത്തര കന്നഡ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 15 വർഷമായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ് എനിക്ക് തോന്നുന്നു അതിൻ്റെ സൈസ് നമ്മുടെ മലബാറിൻ്റെ മൊത്തം ഒരു ഏരിയയുടെ വലിപ്പമൊക്കെ വരും. അത്ര വലിയൊരു ഡിസ്ട്രിക്റ്റാണ്. പോപ്പുലേഷൻ 12 ലക്ഷം ഉള്ളൂ. അപ്പോൾ ഇവിടെ 86% ഫോറസ്റ്റാണ് ഇരിക്കുന്നത്. നമ്മുടെ മലബാറൊക്കെ ഉണ്ടല്ലോ, അതായത് 40-ലും 45-ലൊക്കെയുള്ള മലബാറാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടോട്ട് പോകണമെങ്കിൽ 5 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകണിരിക്കുന്നത്. ഇവിടുത്തെ ഡൊമിനൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹവ്യക്ക ബ്രാഹ്മിൻസ് ആണ് ഇരിക്കുന്നത്. ഹവ്യക്ക ബ്രാഹ്മിൻസ് ഞങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡി ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് ഇരിക്കുന്നത്. ഇവർ 8 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇരിക്കുന്നത്. അമേരിക്കയിലെ പല കമ്പനികളുടെ സിഇഒമാരും അതുപോലെ കർണാടകയിലെ ഉള്ള ഒരു 8-10 ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർമാരും ഇഷ്ടംപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഹവ്യക്ക ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു കാട്ടിനുള്ളിൽ കൂടെ ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചെറിയ ഇടവഴിയിൽ കൂടെ പോലാണ് അടുത്ത വീട്ടിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട അവരുടെ വീടുകളിൽ പല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും നെയ്യും തേങ്ങയാണ്, വെളിച്ചെണ്ണ. നെയ്യെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്പൂണില്ല, സ്ത്രീകൾ വന്നിട്ട് കയ്യിൽ ഇങ്ങനെ വെണ്ണ എടുത്തിട്ട് പാത്രത്തിലേക്ക് വെക്കും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു തരും. പിന്നെ തേങ്ങാ ചമ്മന്തിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ അവർ അഡീഷണലായിട്ട് ആഡ് ചെയ്യും ഇരിക്കുന്നത്. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്, 2 സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഉള്ളത്. ഒന്ന് നെയ്യും, രണ്ടാമത്തത് വെളിച്ചെണ്ണയും. അപ്പോൾ ലോകത്തിലെ നമുക്കറിയാം ഫ്രഞ്ചുകാർ സാച്ചുറേറ്റഡ് ഫാറ്റ് യൂസ് ചെയ്യും. ബട്ടർ, ഫ്രഞ്ചുകാരുടെ മെയിൻ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ബട്ടർ ഇരിക്കുന്നത്. അതൊരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പക്ഷെ കേരളക്കാർ സാച്ചുറേറ്റഡ് ഫാറ്റ് യൂസ് ചെയ്യും. അതേതാണ്? വെളിച്ചെണ്ണ. പക്ഷെ ഈ 2 സാച്ചുറേറ്റഡ് ഫാറ്റും, അതായത് നെയ്യും കോക്കനറ്റും കൺസ്യൂം ചെയ്യുന്ന ഏക പോപ്പുലേഷൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഹവ്യക്ക ബ്രാഹ്മിൻസ് ആണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകാരോഗ്യ സംഘടനയുടെയും അതുപോലെ തന്നെ വേറെ ഉള്ള ഏജൻസികളുടെയൊക്കെ ഹെൽത്ത് ഏജൻസികളുടെ പഠനപ്രകാരം ഈ ഹവ്യക്ക ബ്രാഹ്മിൻസ് 10 വയസ്സ് വരെ ജീവിക്കാൻ പാടുള്ളൂ. കാരണം ഇവർ എണ്ണ കുളിച്ചാണ് കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരു കയ്യിൽ, സ്പൂണിലൊന്നല്ല എണ്ണ എടുക്കുന്നത്, ഒരു ഫുൾ കയ്യിലാണ് സ്ത്രീകൾ എടുക്കുന്നത്. പിന്നെ നെയ്യ്, അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്, ശർക്കരപ്പാനിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നത്. അതുപോലെ 1 ലിറ്റർ പാല് കുടിക്കും ഒരു ദിവസം. തൈരും വെണ്ണയും നന്നായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ കേരളക്കാർ ഒരാഴ്ചയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഇവർ ഒറ്റ ദിവസം ഉപയോഗിക്കുന്നുണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയോ സുഹൃത്തുക്കൾ, ഒരു കാര്യം, ഞങ്ങൾ നടത്തിയ പഠനത്തിനകത്ത് ഞങ്ങളൊരു 100 ഹവ്യക്ക ബ്രാഹ്മിൻസിൻ്റെ വീടുകളിൽ പോയിട്ട് നടത്തി ഹൃദ്രോഗം എന്ന് പറഞ്ഞ ആ ഗ്രാമങ്ങളിലേക്ക് കേട്ടുകേൾവി പോലും ഇല്ല. ഇവരുടെ വെയിറ്റ്, സ്ത്രീകളൊക്കെ ഒരു 40 കിലോ 45 കിലോ, ആണുങ്ങൾ 50-55 കിലോ വെയിറ്റ് ഉള്ളൂ. പക്ഷേ ഇവരുടെ കുട്ടികളെല്ലാം ബാംഗ്ലൂരിലേക്കാണ് ജോലി തേടിപ്പോയി. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അടക്ക കൃഷിയാണ്. എല്ലാവർക്കും ഒരു 2-3 ഏക്കർ കവുങ്ങുംതോട്ടം, 1 ഏക്കർ നെൽകൃഷി ഉണ്ടാവും. അപ്പോൾ ഇവരുടെ മക്കളൊക്കെ ബാംഗ്ലൂരിൽ പോയി ജോലിക്ക് ചെയ്തു. അവർക്ക് വെളിച്ചെണ്ണയും നെയ്യും കഴിക്കുന്നത് ഉപയോഗിച്ചു. അപ്പൻ്റെയും ഇവിടെയുള്ള കസിൻസിൻ്റെയും ഡബിൾ വെയിറ്റ് ആണ് സിറ്റിയിൽ ഇവർക്ക് വന്നേക്കുന്നിരിക്കുന്നത്. കൊടവേറും ചാടി. അപ്പം പല അപ്പന്മാർക്കും ഈ ബാംഗ്ലൂരിലുള്ള മക്കളുടെ സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളുടെ ശവസംസ്കാരത്തിന് വിറ്റ്നസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ കൊളസ്ട്രോൾ പറഞ്ഞു. ഞങ്ങൾ ഹവ്യക്ക ബ്രാഹ്മിൻസ് നോക്കുമ്പോൾ അവരുടെ കൊളസ്ട്രോൾ രക്തത്തിൽ കൂടുതലുണ്ട്, 250 കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നല്ല കൊളസ്ട്രോളും കൂടുതലുണ്ട്. ഇവരുടെ മക്കളൊക്കെ ബാംഗ്ലൂർ പോയി ജീവിച്ചപ്പം ഇവരുടെ കൊളസ്ട്രോൾ കുറഞ്ഞു. ഏത് ഉപയോഗിച്ചിട്ട്? റിഫൈൻഡ് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഇവരുടെ കൊളസ്ട്രോൾ കുറഞ്ഞു, നല്ല കൊളസ്ട്രോളും കുറഞ്ഞു. പക്ഷേ ഡയബറ്റിക്കും പൊണ്ണത്തടിയും ഹൃദ്രോഗികളും അവരായിത്തീരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇരിക്കുന്നത്. ഹൃദ്രോഗം പ്രമേഹവും ഇല്ല. 100 പേര് സർവേ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ 25% പേർക്ക് പ്രമേഹമുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ഈ ഹവ്യക്ക ബ്രാഹ്മിൻസിൻ്റെ കമ്മ്യൂണിറ്റി ചെന്ന് കഴിഞ്ഞാൽ വില്ലേജുകളിൽ ചെന്നിട്ട് 100 പേരിൽ ഒരാൾക്ക് പോലും പ്രമേഹമില്ല. ഒരാൾക്ക് പോലും പ്രമേഹമില്ല. 70-80 വയസ്സുള്ള പ്രായമുള്ളവർക്കോ ചെറുപ്പക്കാർക്കോ ഒന്നുമില്ല. അവർക്ക് ഈ സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും. ഇവിടുത്തെ ഈ വയറ്റിലടിയുന്ന കൊഴുപ്പില്ല. അവിടെ കൊളസ്ട്രോൾ കൂടുതലുണ്ട്. പക്ഷേ HDയിലും 50-60 HDയിലുള്ളതിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ 50-60 HDയിലുള്ള ഒരാളെ പോലും കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം പാരമ്പര്യമായിട്ട് വരുന്നതല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോതനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത്. അപ്പം വെളിച്ചെണ്ണയും സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ നല്ല കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ വർദ്ധിക്കും ഇരിക്കുന്നത്. അപ്പോൾ കർണാടകയിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ
ഞങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് കർണാടക ട്രാവൽ ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള തടിയന്മാരില്ലാത്ത ഏരിയ കോസ്റ്റൽ കർണാടകയാണ് ഇരിക്കുന്നത്. കർണാടകയ്ക്ക് പല ഏരിയകളുണ്ട് ഇരിക്കുന്നത്. സൗത്ത് കർണാടക, നോർത്ത് കർണാടക ആൻഡ് കോസ്റ്റൽ കർണാടക എന്ന് പറയും. അപ്പോൾ നോർത്ത് കർണാടകയും സൗത്ത് കർണാടകയിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? റിഫൈൻഡ് ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള റൈസ് ബ്രാൻ ഓയിലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇങ്ങനെയുള്ള റിഫൈൻഡ് ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കോസ്റ്റൽ കർണാടകയിൽ മാത്രം, അതായത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ മാംഗ്ലൂർ, ഉടുപ്പി, ബഡ്കൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ മാത്രമേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കർണാടകയിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള തടിയില്ലാത്ത ആൾക്കാരെ ഉള്ള ഏരിയയാണ് ഏത്? കോസ്റ്റൽ കർണാടക. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകും തോറും വെളിച്ചെണ്ണയുടെ അളവ് ഏറി കുറഞ്ഞ് ഇവിടെ നമ്മൾ പോയി, അതായത് ബയ്യൽസീമ എന്നൊക്കെ പറയുന്നത് റൈച്ചൂർ, ദാവൺഗരയിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ വണ്ണവും ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമിരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഇവരുടെ. അതുപോലെ ഈ മാംഗ്ലൂർ സൈഡിൽ നിന്ന് ബാംഗ്ലൂർ സെറ്റിലായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഷെട്ടിമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൂജാരിമാർ, ഷെട്ടിമാർ, തുളു ബ്രാഹ്മിൻസ് എന്നൊക്കെ പറഞ്ഞ പോപ്പുലേഷൻ ഉണ്ട്. ഇവരൊക്കെ ബാംഗ്ലൂർ പോയി സെറ്റിലായി വെളിച്ചെണ്ണ കഴിക്കുന്നത് കുറച്ചപ്പം ആവറേജ് ഒരു 20 കിലോ വെച്ച് ഇവരുടെ വെയിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. വെയിറ്റ് വർദ്ധിച്ചതിൻ്റെ ഒപ്പം തന്നെ ഇവരൊക്കെ വയറ്റിൽ ഇങ്ങനെ വയറും കുടവേറി ചാടി ഇവർക്കൊക്കെ പ്രമേഹത്തിൻ്റെ തോത് വളരെയധികമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വെളിച്ചെണ്ണേനെ നമുക്ക് എന്താണ് പറയുന്നത് ഡിമോണൈസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എന്ന് കേൾക്കുമ്പം നമ്മൾ ഒരു വിഷമില്ല പച്ചക്കറിയിലൊക്കെ അടിക്കുന്ന എൻഡോസൾഫാൻ എന്നൊക്കെ കേൾക്കുമല്ലോ. എൻഡോസൾഫാൻ കാരണം കാസർഗോഡ് വളരെയധികം മനുഷ്യന്മാർ മരിച്ചു. അപ്പം വെളിച്ചെണ്ണ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ആൾക്കാരുടെ മനസ്സോട് വരുന്നത് എൻഡോസൾഫാൻ എന്നാണ് ചിന്തിക്കുന്നത്. പല ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ പോയ്സൺ, ഞെട്ടിപ്പോവും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ മുഖത്തൊരു ഞെട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് ആ പേടി? നമ്മുടെ 100 വർഷമുള്ള ഒരു റിഗ്രറ്റും ഇല്ലാതെ, ഒരു പശ്ചാത്താപവും ഇല്ലാതെ നമ്മുടെ പൂർവികർ വെളിച്ചെണ്ണ അവർ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ ഒരു പശ്ചാത്താപം, ഒരു കുറ്റബോധം നമ്മുടെ മനസ്സോട്ട് വരുന്നു? നമ്മൾ ഈ വെളിച്ചെണ്ണയെ പോയ്സണുമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പച്ചക്കറിയിലൊക്കെ അടിക്കുന്ന വിഷത്തിന് തുല്യമായിട്ടുള്ള ഒരു ഭീതി ഉളവാക്കുന്ന ഒരു ഇതിന് വരാൻ കാരണം അത് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ നുണയൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അവൻ്റെ പേരാണ് ആൻസിൽ കീ എന്ന് പറയും. ആൻസിൽ കീ, ദ ബിഗ് ഫാറ്റ് ലൈ. ആൻസിൽ കീ ഇവനാണ് 1960 മുതൽ പറഞ്ഞു പഠിപ്പിച്ചു. ഇവിടെ നിന്നാണ് അമേരിക്കയിലെ ഫസ്റ്റ് അമേരിക്കൻ അസോസിയേഷൻ, ഹെൽത്ത് ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻസ് ആണ് ഇവൻ്റെ റെക്കമെൻഡേഷൻ സ്വീകരിച്ചു. അപ്പോൾ അമേരിക്കയിൽ 50-ലും 60-ലും 40 മുതൽ ഹൃദ്രോഗം 2ാം ലോകയുദ്ധത്തിന് ശേഷം, ദ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ടൈം, there had been huge increase in the incidence of heart attack. അമേരിക്കൻ പ്രസിഡന്റ് 1954 ഐസനോവർ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ അമേരിക്കയിൽ ഇല്ലാതിരുന്ന ഈ രോഗം 40-ന് ശേഷം കുതിച്ചുയർന്നു. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ പ്രസിഡന്റിന് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മീഡിയാസ് അതിന് ഭയങ്കര വലിയൊരു സംഭവമാക്കി മാറ്റി. അവർ ഒരു കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റീനെ ലീഡ് ചെയ്തവനാണ് ആൻസിൽ കീ. എന്തുകൊണ്ടാണ് അമേരിക്കക്കാർക്ക് ഹൃദ്രോഗം വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത്. അങ്ങനെ അവർ 10 വർഷം നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്, 7 കൺട്രി സ്റ്റഡീസ് എന്ന് പറയും. ഈ 7 കൺട്രി സ്റ്റഡീസിൻ്റെ ഔട്ട്കം 1965 പുറത്തോട്ട് വന്നു. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു, അദ്ദേഹം പറഞ്ഞു 7 കൺട്രീസിനെ കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എവിടെ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് ബട്ടറും വെളിച്ചെണ്ണയും കൊളസ്ട്രോളും കൂടുതൽ ഉപയോഗിക്കുന്നോ അവിടെയാണ് ഹൃദ്രോഗം കൂടുതലുള്ളതിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഹൃദ്രോഗത്തിന് കാരണക്കാരനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാരാണ്? കൊളസ്ട്രോൾ. അതാരാണ്? സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പത്രസമ്മേളനം നടത്തി. അമേരിക്കയുടെ ടൈം മാഗസിൻ്റെ ഒക്കെ ഫസ്റ്റ് പേജിൽ തന്നെ വന്നത് എന്താണ് ഇരിക്കുന്നത്, പബ്ലിഷ് ചെയ്തു വന്നു. കണ്ടുപിടിച്ചു ഞങ്ങൾ ഹൃദ്രോഗത്തിന് കാരണക്കാരൻ. 2000 ഈ കണ്ടുപിടുത്തം കാരണം 2000 ഭൂമിയിൽ നിന്ന് എന്തിനെ ഹൃദ്രോഗത്തിനെ തുടച്ചു നീക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം അന്ന് അഭിമാനത്തോടെ പറഞ്ഞതാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷുഗറും സ്വീറ്റും ബിസ്ക്കറ്റും റിഫൈൻഡ് ഓയിൽ എത്ര വേണമെങ്കിലും കഴിക്കാം, ഹൃദ്രോഗം വരത്തില്ല. ഈ കൊളസ്ട്രോൾ ആണ് ഹൃദ്രോഗത്തിന് കാരണം. അപ്പം ലോകത്തിലെ ഏറ്റവും ശുദ്ധ അസംബദ്ധമായിട്ടുള്ള തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ ഗലീലിയോനെ വധിച്ചു കളഞ്ഞിരിക്കുന്നത്, കൊന്നുകളഞ്ഞു. അതിനേക്കാളും 100 ഇരട്ടി ശുദ്ധ അസംബദ്ധം, ദ മോസ്റ്റ് ഫുളിഷ് തിയറി എവർ മാൻകൈൻഡ് ഇൻവെന്റഡ് ഈസ് കൊളസ്ട്രോൾ ഫാറ്റ് ഹാർട്ട് അറ്റാക്ക് തിയറിയാണ് ഇരിക്കുന്നത്. എന്താണ്? കൊളസ്ട്രോളും ഫാറ്റും ഹാർട്ട് അറ്റാക്ക് കൂട്ടുന്നതാണ് ഇരിക്കുന്നത്. അന്ന് മുതലാണ് ഈ കൊഴുപ്പിനോടുള്ള ഭയം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒഴിവാക്കിയത്. ജനങ്ങൾ എന്ത് ചെയ്തു? ചപ്പാത്തിക്കകത്ത് എണ്ണയില്ലാത്ത ചപ്പാത്തി പൊടിയും കൊണ്ട് ഉരുട്ടും. ഇങ്ങനെ പാലിൻ്റെ നെയ്യെടുത്ത് കളഞ്ഞു, മുട്ടയുടെ ഉണ്ണിയെടുത്ത് നമ്മൾ പുറത്തോട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഹൃദ്രോഗത്തിനെ പേടിച്ചിട്ട്. അന്ന് മുതലാണ് ഡയബറ്റീസും ഹൃദ്രോഗവും നമ്മുടെ ഇടയിൽ 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചില ഫാറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം. എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയുടെ ഇതെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടുള്ളൂ. ഇതൊരു ലോങ് ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നത് എനിക്കൊരു 1 ഡേ ടോട്ടൽ ഡേ എനിക്ക് വേണം ഇതിന് ഓരോ ഫാറ്റിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഇരിക്കുന്നത്. ബട്ട് എങ്കിലും നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണയുടെ ആ സ്ട്രക്ചറിലേക്ക് നമുക്ക് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും, രണ്ടാമത്തത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ് നമുക്കുള്ളതിരിക്കുന്നത്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അപ്പോൾ ഈ ഫാറ്റിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും എന്ന് പറയുന്നത്. അപ്പം മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് omega-6ഉം omega-3 എന്നും പറയുന്നത്. omega-6ഉം omega-3. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ പ്രധാന പ്രത്യേകത സവിശേഷം എന്ന് പറഞ്ഞാൽ ഈ കാർബണിൻ്റെ എണ്ണമൊക്കെ എല്ലാം സെയിം ആയിരിക്കും. നമുക്ക് 18 കാർബണാണ് എല്ലാ എഡിബിൾ ഫാറ്റിനകത്തും ഉള്ളത് എക്സെപ്റ്റ് കോക്കനട്ട് ഓയിൽ. അപ്പം 1 2 3 4 എണ്ണി നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്കുള്ളത് 18 കാർബണാണ് ഉള്ളതിരിക്കുന്നത്. അപ്പം മോണോ എന്ന് പറയാൻ കാരണം ഒറ്റ ഡബിൾ ബോണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞ സംഭവം ഒരു കാർബണിൻ്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വന്നതും കൊണ്ടാണ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇനി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയാൻ കാരണം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയാൻ കാരണം അതിൻ്റെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയാൻ കാരണം 2 ഡബിൾ ബോണ്ട് വന്നതുകൊണ്ടാണ് പോളി അൺസാച്ചുറേറ്റഡ്. പോളി ഒന്നിൽ കൂടുതലുണ്ട്, നമുക്കറിയാം 1 2 ഡബിൾ ബോണ്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ omega-6ഉം omega-3ഉം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ഫാറ്റാണുള്ളത്. സാച്ചുറേറ്റഡ് ഫാറ്റ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഇത് 2 ഏതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് omega-6ഉം omega-3. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഡിവിഷൻസ് ആണ് ഉള്ളതിരിക്കുന്നത്. ഏതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, omega-6ഉം omega-3 2 പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പം നമുക്കിത് ഏതൊക്കെ ഫുഡിനകത്താണ് ഉള്ളതെന്ന് നമുക്കിത് കാണാം. നെക്സ്റ്റ് അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫാറ്റി ആസിഡ് 2 ഡിവിഷനാണ് ഉള്ളത്, സാച്ചുറേറ്റഡ് ഫാറ്റ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും. ഇതാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ബോണ്ട് ഇല്ല. സാച്ചുറേറ്റഡ് ഫാറ്റ് എവിടെയാണുള്ളത്? വെളിച്ചെണ്ണയിലും നെയ്യിലുമാണ് പ്രധാനപ്പെട്ടുള്ളതിരിക്കുന്നത് ഓൾമോസ്റ്റ്. പിന്നെ ആനിമൽ ഫാറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ പോത്തിൻ്റെ ഫാറ്റ് അത് കുറവാണ് ഇരിക്കുന്നത്, ഒരു 30% ഉള്ളൂ. പക്ഷേ വെളിച്ചെണ്ണ 90% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇരിക്കുന്നത്. നെയ്യ് ഒരു 65 to 70% സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും ഉയർന്ന തോതിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളതിരിക്കുന്നത്. പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഞാൻ പറഞ്ഞല്ലോ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡും കൊണ്ടിരിക്കുന്നത്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ മുട്ടയുടെ ഉണ്ണിയിലും ബട്ടർ ഫ്രൂട്ട്, ഒലിവ് ഓയിൽ, നട്ട്സ്, പന്നിയുടെ ഫാറ്റ്, പന്നിയുടെ ലാഡ് എന്ന് പറയും, പന്നിയുടെ കൊഴുപ്പ്, ഇതൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും വളരെ ബെനിഫിഷ്യലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കണമെന്നില്ല. ഏകദേശം പന്നിയുടെ ഫാറ്റ് ഉപയോഗിച്ചാലും അതിൻ്റെ ഈ സെയിം മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നിരിക്കുന്നത്. അപ്പം ഇത് വളരെ 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം ഇത് ചള്ളു കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും, നല്ല കൊളസ്ട്രോളിനെ ചെറുതായിട്ടൊന്ന് കൂട്ടുകയും ചെയ്യും. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും നെയ്യും ചള്ളു കൊളസ്ട്രോളിനെ കുറച്ച് കൂട്ടും, പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നല്ല കൊളസ്ട്രോളിനെ ഇത് കൂട്ടുമിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദ്രോഗത്തിൻ്റെ ചാൻസ്, അപ്പം നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല, നല്ല കൊളസ്ട്രോൾ എത്രയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നല്ല കൊളസ്ട്രോൾ 1% കൂടിയാൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് 5% കുറയും. ഇനി ചള്ളു കൊളസ്ട്രോൾ 1% കൂടിയാൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് 1% കൂടുകയിരിക്കും. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻറ്റ്? നല്ല കൊളസ്ട്രോളിനെ കൂട്ടുക എന്നുള്ളതാണ് ഇരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കൗണ്ടിലേക്ക് യു നീഡ് നോട്ട് വറി, യു നീഡ് നോട്ട് പേ അറ്റൻഷൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നട്ട്സിനകത്തും എഗ്സിനകത്തും ബട്ടർ ഫ്രൂട്ടിനകത്തും ഉള്ളത്. ഇനി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 2 omega-3ഉം omega-6ഉമാണ് ഉള്ളതിരിക്കുന്നത്. ഇതൊരു omega-3 വളരെ നല്ലതാണ്. ഈ omega-6 നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് മുതലാണ് നമ്മുടെ ഹൃദ്രോഗവും എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതാണ് എല്ലാ റിഫൈൻഡ് ഓയിൽസും, എല്ലാ തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽസും ഹൈലി പ്രോസസ്ഡ് ഫാറ്റ്സ് ആണ് ഇരിക്കുന്നത്. അത് വളരെ എന്താണ് ഇരിക്കുന്നത്, അത് കൊളസ്ട്രോൾ കുറയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ നല്ല കൊളസ്ട്രോൾ, ചള്ളു കൊളസ്ട്രോളും കൂട്ടും, നല്ല കൊളസ്ട്രോൾ 10 ഇരട്ടിയായിട്ട് കൂട്ടും. പക്ഷേ ഈ omega-6 ചള്ളു കൊളസ്ട്രോളും കുറയ്ക്കും, നല്ല കൊളസ്ട്രോൾ ഒരു 20 ഇരട്ടിയായിട്ട് താഴോട്ട് കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇത് ഭയങ്കര ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽസും, ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽസും ഒമേഗ 6 കൊണ്ട് ഇതാണ് ഇരിക്കുന്നത്, സമൃദ്ധമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉപയോഗിക്കുന്നത് കുറച്ച് ഒമേഗ 6 റിപ്ലേസ് ആയി. അപ്പോൾ നമ്മൾ കണ്ടു സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഏതാണ്? വെളിച്ചെണ്ണയും നെയ്യും, പ്രധാനപ്പെട്ട് നമ്മുടെ പൂർവികരെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ 2 എഡിബിൾ ഓയിൽസ്, മിറക്കിൾ ഫാറ്റ്സിൻ്റെ കൺസപ്ഷൻ കുറഞ്ഞ് റിഫൈൻഡ് ഓയിൽസ് എനിക്ക് തോന്നുന്നൊരു 1950, 1960s നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് ഇത് പയ്യെ ഇൻവേഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഏതാണ് ഈ അങ്ങനെ റിപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അതിന് ആനുപാതികമായിട്ടാണ് ഹൃദ്രോഗത്തിൻ്റെ റേറ്റ്, ഒബേസിറ്റി, പൊണ്ണത്തടിയന്മാരുടെ റേറ്റും ഡയബറ്റീസും നമുക്ക് ദാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ചതിൻ്റെ ഒരു ദാനമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കോൺസിക്വൻസ് ആണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അല്ലാതെ ഇതൊന്നും പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളല്ല ഇരിക്കുന്നത്, നമ്മുടെ എൻവിറോൺമെൻറ്റ്. അപ്പം നമുക്ക് ഈ പ്രമേഹ രോഗിനെയോ അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടിയോ ഉള്ള ഒരാളെ കുറ്റപ്പെടുത്താൻ കാരണമില്ല, പറ്റത്തില്ലിരിക്കുന്നേ. കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല പ്രമേഹം ഉണ്ടായിരിക്കുന്നത്, അവരുടെ കുറ്റം കൊണ്ടല്ല ഹൃദ്രോഗം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ മാറിയ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് പഞ്ചസാരയും റിഫൈൻഡ് ഓയിൽസും അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സും റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറയും, നമ്മുടെ മൈദ, അതുപോലെ തന്നെ എന്തിരിക്കുന്ന ഈ പച്ചരി പൊടിച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അരിപ്പൊടി, ഇങ്ങനെയുള്ള ഇതിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ രോഗം അതിനെതിരായിട്ട് കൂടിയത്. അല്ലാതെ ഇറച്ചിയോ മീനോ മുട്ടയോ കൊളസ്ട്രോളോ വെളിച്ചെണ്ണയോ കഴിച്ചത് കൊണ്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആൻസൽ കീ പറഞ്ഞു 2000 ഹൃദ്രോഗം ഒരു ഹിസ്റ്ററി ആയിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൃദ്രോഗം ഉണ്ടാവുകയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2000 ആയപ്പോഴത്തേക്കും ലോകത്ത് ഹൃദ്രോഗത്തിൻ്റെ തോത് 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. മുക്കിലും മൂലയിലും സ്റ്റെൻറ്റ് തെറാപ്പിയും ആൻജിയോപ്ലാസ്റ്റി ഇടുന്ന ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തു മുതൽ? കൊളസ്ട്രോൾ. ആൻസൽ കീ 1970 കണ്ടെത്തുന്നു, കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ഫാറ്റുമാണ് ഹൃദ്രോഗത്തിന് കാരണം എന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ എല്ലാ ഗൈഡൻസും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ മുതൽ ഈവൻ സൗദി ഗവൺമെൻറ്റും ആഫ്രിക്കൻ ഗവൺമെൻറ് വരെ ഒരു 10 വർഷത്തിനുള്ളിൽ ഇവരുടെ റെക്കമെൻഡേഷനാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ആരുടെ? ഈ അമേരിക്കൻ FDA അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് സ്വീകരിച്ചു. അപ്പോൾ എല്ലാ റെക്കമെൻഡേഷനിലും എല്ലാ കോൺഫറൻസുകളും അവർ പറയുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുക. അങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ടാബ്ലറ്റുകളും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്ന ടാബ്ലറ്റുകളും പിന്നെ കൊളസ്ട്രോളും കൊഴുപ്പും കുറഞ്ഞ ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ പാൽ, നമുക്കറിയാം ലോ ഫാറ്റ് മിൽക്ക് എന്ന ഒരു കൺസെപ്റ്റ് തന്നെ എമർജ് ചെയ്തു. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ 40 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുടെ എണ്ണം 10 ഇരട്ടി 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആൻസൽ കീ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പെരുന്നുണയും പറഞ്ഞ ലോകത്തിലെ കണ്ടെതിരിക്കും വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നോണ, കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ഫാറ്റുമാണ് ഹൃദ്രോഗം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഈ പെരുന്നോണയാണ് ഇതിന് കാരണക്കാരനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഫാറ്റ്. ഒമേഗ 6 എന്ന് പറയുന്ന ഒമേഗ 6 മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഡെഫിനറ്റ്ലി നല്ല ഫാറ്റാണ് ഇരിക്കുന്നത്. ഏതാണ്? മുട്ടയുടെ ഉണ്ണി, അല്ലെങ്കിൽ പന്നിയിലുള്ള ലാർഡ് എന്ന് പറയും, പന്നിയുടെ ഫാറ്റ്, അവക്കാഡോ, അല്ലെങ്കിൽ നമ്മുടെ നട്ട്സുകൾ, എല്ലാ നട്ട്സും, നിലക്കടലയും അണ്ടിപ്പരിപ്പും ബദാമും ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനകത്തൊക്കെയുള്ള ഫാറ്റൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെ പോലെ തന്നെ നല്ലൊരു ഫാറ്റാണ് ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫാറ്റുണ്ട്, ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഒന്ന് പുറകോട്ട് തിരിച്ചേ. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 2 തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഒമേഗ 6, അതാണ് പ്രശ്നക്കാരൻ. ഒമേഗ 6 ആണ് എല്ലാ റിഫൈൻഡ് ഓയിൽ. പിന്നെ വേറൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്, അത് ഒമേഗ 3 എന്ന് പറയും. അത് പ്രധാനമായിട്ടുള്ളത് മീനിലാണ്, മീനെണ്ണയ്ക്കകത്താണ് ഉള്ളതിരിക്കുന്നത്. ഒമേഗ 3 നമ്മുടെ ഷാർക്ക് ലിവർ എന്നൊക്കെ പറയുമല്ലോ, ഷാർക്ക് ലിവറും മീനിൻ്റെ എണ്ണയ്ക്കകത്തും ഈ ഒമേഗ 3 വളരെയധികമായിട്ടുണ്ട്. അത് ഭയങ്കര കാരണം നമ്മുടെ തലച്ചോറും കണ്ണൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒമേഗ 3 വെച്ചിട്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒമേഗ 3 നല്ലതാണ്. അപ്പോൾ ഒറ്റ ഫാറ്റ് മാത്രമാണ് ഇവിടെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതാണ്? ഒമേഗ 6 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കയറി ഞാൻ പറയുന്നതൊന്നും ദയവിട്ട് നിങ്ങൾ വിശ്വസിച്ചേക്കരുത്, നിങ്ങളിതെല്ലാം കയറി പഠിക്കണം. ഒമേഗ 6 അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ, ഹൗ ഇറ്റ് ക്യാൻസർ എങ്ങനെ ഇത് ഒബേസിറ്റി ഉണ്ടാക്കുന്നുള്ള കാര്യം നിങ്ങൾ കയറി പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് ഞാനിത് പറയുന്ന കാരണമായിരിക്കുന്നത്. അത് ഈ നമുക്ക് ഇൻഫോർമേഷൻ കൊണ്ട് മാത്രമേ നമുക്കൊരു ഇത് കരകയറാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റത്തുള്ളൂ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പുവർ ഇൻഫോർമേഷൻ, ലാക്ക് ഓഫ് നോളേജ് ആണ് നമ്മളെ രോഗികളാക്കിയേക്കുന്നത്.
അല്ലാതെ നമ്മുടെ ജീനല്ല നമ്മളെ രോഗികളാക്കുന്നത്, നമ്മുടെ അറിവില്ലായ്മയാണ്, ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മളെ രോഗികളാക്കി തീർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രതിവിധി എന്താണ് ഇരിക്കുന്നത്? എഡ്യൂക്കേഷൻ. നല്ല ഫുഡുകളെക്കുറിച്ചും അല്ലെങ്കിൽ പലതരത്തിലുള്ള എണ്ണകളെക്കുറിച്ചുള്ള എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചെവിയിൽ നിന്ന് കേട്ടിട്ട് ഇപ്പുറത്തൂടെ വിടാതെ omega-6 എന്തൊക്കെയാണ്, ഏതൊക്കെ എണ്ണയിലുണ്ട്, omega-9 എന്താണ്, ഒന്ന് ബേസിക് ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഗൂഗിൾ ഉണ്ടല്ലോ, അത് വലിയൊരു ലൈബ്രറി പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കയറി ഒന്ന് പഠിച്ചാൽ മാത്രം മതി, ഇതിൻ്റെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഫാറ്റ് കൺസ്യൂംഡ് 1910 മുതൽ 2000 വരെ അമേരിക്കയിലുള്ള ഫാറ്റിൻ്റെ, എഡിബിൾ ഫാറ്റ്സിൻ്റെ കൺസപ്ഷൻ്റെ ഒരു റേറ്റാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, കാരണം എനിക്ക് ഇന്ത്യ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അമേരിക്ക എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയിരിക്കുന്നത്. അവർ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടിരിക്കുന്നത്. അപ്പോൾ 1910 മുതൽ അമേരിക്കയിൽ ഡാൽഡയുടെ കൺസപ്ഷനാണ് ഏറ്റവും കൂടുതൽ. 0 kg ഉണ്ടായിരുന്ന അമേരിക്കൻ 12 കിലോ ഡാൽഡ ഒരു വർഷം, ഈ 1910 കഴിഞ്ഞ 100 വർഷത്തിൽ 0 kg നിന്ന് ഡാൽഡയുടെ ഉപഭോഗം ഏകദേശം 12 കിലോ ആയിട്ട് വർദ്ധിച്ചു. 12 കിലോ ആയിട്ട് 0 നിന്ന് വർദ്ധിച്ചു. അതേ സമയത്ത് 2 ആനിമൽ ഫാറ്റ് എന്ന് പറയുന്ന 2 ഫാറ്റ്, അതായത് നമ്മൾ കണ്ടു ഡാൽഡ വെജിറ്റബിൾ ഫാറ്റ് ആണല്ലോ, വെജിറ്റബിൾ ഓയിൽസ് എന്നാണല്ലോ നമ്മൾ പറയുന്നിരിക്കുന്നത്. ഈ റിഫൈൻഡ് ഓയിൽസ് നമ്മൾ പറയുന്നത് അപ്പോൾ വെജിറ്റബിൾ ഓയിലിൻ്റെ ഉപയോഗം 0 kg നിന്ന് 12 കിലോ ആയിട്ട് വർദ്ധിച്ചു. ആനിമൽ ഫാറ്റ് ആയിട്ടുള്ള ബട്ടർ, നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ വെണ്ണ, അതൊരു ആനിമൽ ഫാറ്റാണ്, പശുവിന് വരുന്നതാണല്ലോ. അതുപോലെ ലാർഡ്, യൂറോപ്യൻസ് 2000-3000 വർഷമായിട്ട് അവർക്ക് ഒറ്റ എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലാർഡ് എന്ന് പറയും, പന്നിയുടെ കൊഴുപ്പ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം തണുപ്പ് പ്രദേശങ്ങളാണ് ഇരിക്കുന്നത്, ആർട്ടിക് റീജിയനോടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ നമ്മുടെ എഡിബിൾ ക്രോപ്സ്, എഡിബിൾ ഓയിൽ ക്രോപ്സ് ഉണ്ടല്ലോ ഇരിക്കുന്നത്, നിലക്കടലയോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്താണ് ഇരിക്കുന്നത്, ഈ എഡിബിൾ ക്രോപ്സുകളൊന്നും സൺഫ്ലവർ ഇങ്ങനെയുള്ള എഡിബിൾ ക്രോപ്സ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല തണുപ്പ് കാരണം. അതുകൊണ്ട് അവർക്ക് ആനിമൽ ഫാറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മീനിൻ്റെ എണ്ണയും ഈ പന്നിയുടെ എണ്ണയായിരുന്നു അവരുടെ പ്രധാന സ്രോതസ് ഇരിക്കുന്നത്. അപ്പം ലാഡ് 2000-3000 വർഷമായിട്ട് നമ്മുടെ കേരളക്കാർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസിന് കടുകുള്ളത് കടുകെണ്ണ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കർണാടകയുടെ ചില ഭാഗങ്ങളിൽ നിലക്കടല എണ്ണ ഉപയോഗിച്ചു. കാരണം നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ ചുറ്റുവട്ടത്തും അത് ഉണ്ടാക്കാൻ സാധിക്കും. യൂറോപ്യൻസ് ചുറ്റുവട്ടത്ത് കിട്ടുന്ന ആപ്പടെ ആനിമൽ ഫാറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ പന്നി ഫാമുകൾ, 100 കണക്കിന് പന്നി ഫാമുകളോടെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ പന്നിയുടെ ഫാറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം അതിന് പറയുന്ന പേരാണ് ലാർഡ്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അപ്പോൾ 1850 വരെ യൂറോപ്യൻസിൻ്റെ മെയിൻ ഫാറ്റ് ഏതായിരുന്നു? ബട്ടർ, നെയ്യും വെണ്ണയും ലാഡുമായിരുന്നു. അപ്പം ലാഡും 1910 മുതൽ ഈ പന്നിയുടെ ഫാറ്റും ഇതിനകത്ത് ഇതാണ് 8 കിലോ ബട്ടർ, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബട്ടർ ഇരിക്കുന്നത്. അതുപോലെ ലാഡാണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 8 കിലോയിലുള്ള ബട്ടർ 100 വർഷത്തിന് ശേഷം 2000 ആയപ്പോഴത്തേക്കും 2 കിലോ ആയിട്ട് ഒരു വർഷത്തിൽ ബട്ടറിൻ്റെ ഉപഭോഗം കുറഞ്ഞു. അത് നെയ്യും വെണ്ണയും 8 കിലോയിൽ നിന്ന് 2 കിലോ ആയിട്ട് കുറയുകയും ചെയ്തു. ലാർഡ് 6 കിലോയിൽ നിന്ന് 1 കിലോ, പന്നിയുടെ ഫാറ്റ് 6 കിലോ ഒരു വർഷം ഉപയോഗിച്ചത് 1 കിലോ ആയിട്ട് കുറഞ്ഞു. അതേ സമയത്ത് സോയാബീൻ്റെ കൺസപ്ഷൻ 0 നിന്ന് 12 കിലോ ആയിട്ട് ഉയർന്നു. നമുക്കറിയാം സോയാബീൻ 0 kg നിന്ന് 12 കിലോ ആയിട്ട് ഉയർന്നു. ഡാൽഡയും ഷോർട്ടനിങ് എന്ന് പറയും, മാർജറിൻ എന്നൊക്കെ പറയും, അത് 0 കിലോയിൽ നിന്ന് ഏകദേശം 10 കിലോ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതായത് ആനിമൽ ഫാറ്റ് ആയിട്ടുള്ള ബട്ടറും ലാർഡും പന്നിയുടെ ഫാറ്റും എങ്ങോട്ട് കുറഞ്ഞു? 8 കിലോയിൽ നിന്ന് 2 കിലോ താഴോട്ട് ചുരുങ്ങി. അതേസമയം സോയാബീൻ്റെയും അതുപോലെ തന്നെ സോയാബീനും മാർഗരിൻ്റെയും ഉപഭോഗം 0 kg നിന്ന് 12 കിലോ ആയിട്ട് കൂടി. അപ്പോൾ ഇതേ സമയത്താണ് അമേരിക്കയിൽ ഹൃദ്രോഗത്തിൻ്റെ തോന്നുകറിയോ, അതായത് കേട്ടുകേൾവി പോലുമില്ലാത്ത 1910 കേട്ടുകേൾവി പോലുമില്ലാത്ത ഹൃദ്രോഗത്തിൻ്റെ ക്യാപിറ്റലായിട്ട് അമേരിക്ക മാറി 1960 ആയപ്പോഴത്തേക്കും. 0 നിന്ന് 800 ഹൃദ്രോഗ മരണമായിട്ട് മാറിയിരിക്കുന്നത്. ഏകദേശം 1,50,000 പേര് ഹൃദ്രോഗം കൊണ്ട് മരണപ്പെട്ട സ്ഥാനത്ത് ഈ 100 വർഷം കൊണ്ട് അത് എത്രയായിട്ട് മാറി? എത്രയെടുത്ത് മാറി? ഓൾമോസ്റ്റ് 100 ടൈംസ് ഇൻക്രീസ് ആയി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ തടിയന്മാരില്ലാതിരുന്ന അമേരിക്ക എല്ലാവരും പൊണ്ണത്തടിയന്മാരായിട്ട് മാറി. പ്രമേഹത്തിൻ്റെ അളവ് വളരെയധികമായിട്ട് കൂടി, ക്യാൻസറും വളരെയധികമായിട്ട് കൂടി. ഏത് വന്നു കഴിഞ്ഞപ്പം ആനിമൽ ഫാറ്റ് ആയിട്ടുള്ള ബട്ടറും പന്നിയുടെ ഫാറ്റും കുറഞ്ഞു. വെജിറ്റബിൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ നമുക്ക് കേൾക്കില്ല, കൊളസ്ട്രോൾ ഇല്ല, ശുദ്ധമാണ് ഇരിക്കുന്നത്. മറ്റേത് അശുദ്ധി ഉള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, കാരണം ആനിമൽ ഫാറ്റ് ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള നല്ല രസം, നോക്കുമ്പോൾ ഒരു കളറില്ല, മണമില്ല. അപ്പം എന്താണ് ഇരിക്കുന്നത്? വളരെ നമ്മുടെ സാധാരണ ഒരു മനുഷ്യൻ്റെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും ഇതിനകത്ത് ഫാറ്റ് ഫ്രീ ആണെന്ന് ചിന്തിച്ചിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ
ഹൃദ്രോഗത്തിൻ്റെ തോത് അടിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ഒലിവ് ഓയിൽ, സാച്ചുറേറ്റഡ് ഫാറ്റ് സൺഫ്ലവർ ഓയിലിനകത്ത് 70% omega-6 ഉണ്ട്, 70% ഉണ്ട്. കനോളിക്കകത്ത് 20, കോൺ ഓയിൽ 55, സോയാബീൻ 51%. വെളിച്ചെണ്ണയിലുള്ള omega-6 എത്രയാണ്? 1%. വെളിച്ചെണ്ണയിൽ 1% omega-6, ബട്ടറിൽ 3% omega-6, സൺഫ്ലവറിലും അല്ലെങ്കിൽ സോയാബീനിലൊക്കെയുള്ള omega-6 70% വരെ ഉണ്ടിരിക്കുന്നത്. അടുത്ത് അപ്പോൾ ഇദ്ദേഹമാണ് നുണ പറഞ്ഞു. എന്ത് പറഞ്ഞിരിക്കുന്നത്? omega-6 ഉള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എത്ര വേഗം തട്ടിക്കോളം പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് തൊട്ട് പോയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയാണ് നമുക്കൊരു സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് കാണാം. എൻഡോക്രിനോളജി ഡയബറ്റീസ് ആൻഡ് ഒബേസിറ്റി, ജേർണൽ ഓഫ് ഡയബറ്റീസ് ആൻഡ് ഒബേസിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നു omega-6 പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആൻഡ് എർലി ഒറിജിൻ ഓഫ് ഒബേസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. omega-6 ഫാറ്റി ആസിഡ് റിഫൈൻഡ് ഓയിൽ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തടി വെക്കാനുള്ള, തടിയും ഒബേസിറ്റി, പൊണ്ണത്തടിയന്മാരാനുള്ള ചാൻസ് വളരെ അധികമാണെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. omega-6 ഫാറ്റി ആസിഡ് ആൻഡ് early origins of obesity. അടുത്ത സ്റ്റഡി നമുക്ക് പറയാം. സൈറ്റോടോക്സിറ്റി ആൻഡ് ജീനോടോക്സിറ്റി ഓഫ് ലിപ്പിഡ് ഓക്സിഡേഷൻ പ്രൊഡക്റ്റ്. ഇതാണ് നമുക്കിനി ഏറ്റവും കൂടുതൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന ടോപ്പിക് ഇരിക്കുന്നത്. എന്താണ്? ലിപ്പിഡ് ഓക്സിഡേഷൻ. ഇപ്പോൾ ഓർത്തിരുന്നോ? ലിപ്പിഡ് ഓക്സിഡേഷൻ പ്രൊഡക്റ്റ്, സൈറ്റോടോക്സിറ്റി ആൻഡ് ജീനോടോക്സിറ്റി ഓഫ് ലിപ്പിഡ് ഓക്സിഡേഷൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് ഈ ലിപ്പിഡ് ഓക്സിഡേഷൻ? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പിഡ് ഓക്സിഡേഷൻ. ഇതാണ് ഈ എണ്ണകളുടെ പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം എണ്ണകൾ ഒരിക്കലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഓക്സിഡേഷനാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ചൂടാക്കുമ്പോഴൊക്കെ ഓരോ എണ്ണയുടെ ഓക്സിഡേഷൻ്റെ തോത് വ്യത്യസ്തമാണ് ഇരിക്കുന്നത്. അത് ആൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞ പൊട്ടൻ്റ് കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന ചില ഏജൻറ്റുകളായിട്ട് മാറാൻ സാധിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? സൈറ്റോടോക്സിറ്റി ആൻഡ് ജീനോടോക്സിറ്റി. ജീൻ എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ ടോക്സിനാണ്, ജീനിനെ ഡാമേജ് ചെയ്യും. ഈ ജീനിനെ ഡാമേജ് ചെയ്യുന്നതാണ് ക്യാൻസറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇരിക്കുന്നത്. സൈറ്റോടോക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശത്തിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ കോശത്തിനെയും ഡാമേജ് ചെയ്യും, ഉള്ളിലുള്ള ന്യൂക്ലിയസ് DNA-നെയും ജീനിനെയും നീക്കം ചെയ്യുന്ന ഒരു നമ്പർ 1 ഏജൻ്റാണ് ഇതിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന പെസ്റ്റിസൈഡ് ഒന്നും ഈ കോശത്തിനെ ഡാമേജ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം കോശത്തിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഉള്ളിലോട്ട് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ കയറി പിന്നെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കയറി DNA-ക്ക് ഉള്ളിലോട്ട് കയറണം. അവിടെയാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ക്യാൻസറിലേക്ക് നമുക്ക് നയിക്കുന്നത്. DNA അൺകൺട്രോൾഡ്, നമ്മുടെ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇതിന് നമ്മുടെ കോശത്തിനകത്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എപ്പം ഡിവൈഡ് ചെയ്യണം, എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം, നമ്മുടെ ജീവിതകാലത്ത് മൊത്തം എത്ര പ്രാവശ്യം ഇത് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ജീനിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചില ഘടകങ്ങൾ പോയിട്ട് ആ എഴുത്തിനെ അങ്ങ് മായ്ച്ച് കളയും. അപ്പോൾ കോശത്തിന് അറിയത്തില്ല എത്ര പ്രാവശ്യം അൺകൺട്രോൾഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ജീനോടോക്സിറ്റി എന്ന് പറയുന്നത്. ജീനിനെ മോഡിഫൈ ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യണം ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ കോശത്തിൻ്റെ ഭിത്തിയും ന്യൂക്ലിയസിൻ്റെ ഭിത്തിയൊക്കെ കൊഴുപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് പെസ്റ്റിസൈഡോ ഇങ്ങനത്തെ കെമിക്കൽ വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ കൊഴുപ്പിന് മാത്രം ഉള്ളിലോട്ടും പുറത്തോട്ടും ഈസി ആയിട്ട് പുറത്തോട്ട് പോകാം, ഈസി ആയിട്ട് ഉള്ളിലോട്ട് കയറാനും പറ്റിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഈ എൻഡോസൾഫാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡേഞ്ചർസ് തന്നെയാണ്, ഐ എം നോട്ട് അക്യൂസിങ്. പക്ഷേ അവർക്കൊന്നും ഇതേപോലെ പെട്ടെന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് നമ്മുടെ DNA-ലേക്ക് ഒന്നും കയറി പോകാൻ വേണ്ടി പറ്റത്തില്ലിരിക്കുന്നത്. അതിന് ഇഷ്ടംപോലെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചൂടാക്കിയ എണ്ണ എന്താ ഒരു കെമിക്കലായിട്ട് ഓക്സിഡേറ്റീവ് പ്രൊഡക്റ്റായിട്ട് മാറും. എന്നിട്ട് അത് സൈറ്റോടോക്സിക്കും ജീനോടോക്സിക്കുമായിട്ട് മാറും. എന്താണ് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ കോശത്തിനെ നശിപ്പിക്കും, ജീനോടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനിനെ നശിപ്പിക്കും. അപ്പോൾ ഈ ജീനിനെ നശിപ്പിക്കുന്ന ഇതാണ് ഭയങ്കര ഡേഞ്ചറസ് സ്റ്റെപ്പ് ഇരിക്കുന്നത്. ജീനിലേക്ക് ഇത് പോയിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ലിപ്പിഡ് ഓക്സിഡേഷൻ, ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ നമ്മുടെ ജീനിലേക്ക് പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീനിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ കണ്ടെയ്ൻ ടോക്സിക് കെമിക്കൽ ലിങ്ക് ടു ക്യാൻസർ ആൻഡ് ബ്രെയിൻ ഡീജനറേഷൻ സയൻറ്റിസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഠനം നമുക്ക് കാണാതിരിക്കുന്നത് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ, റിഫൈൻഡ് ഓയിൽസിനകത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില വസ്തുക്കളുണ്ടിരിക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് ആൽഡിഹൈഡ് പെർ ലിറ്റർ ഓഫ് ഓയിൽ വെൻ ഹീറ്റഡ് അറ്റ് 180 ഡിഗ്രി. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? ബ്രിട്ടനിലുള്ള ചില ശാസ്ത്രജ്ഞന്മാർ എണ്ണ ഏതെണ്ണയിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി അവർ ചില പഠനങ്ങൾ നടത്തി. അവർ നടത്തിയ പഠനത്തിൽ കോക്കനട്ട് ഓയിലും ബട്ടർ, ഞാൻ പറഞ്ഞല്ലോ സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഇരിക്കുന്നത്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഞാൻ പറഞ്ഞല്ലോ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. മൂന്നാമത്തത് കോൺ ഓയിൽ ആൻഡ് സൺഫ്ലവർ ഓയിൽ, അതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇരിക്കുന്നത്? കോക്കനറ്റും ബട്ടറും പിന്നെ വെർജിൻ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പിന്നെ അഞ്ചാമത്തത് കോൺ ഓയിലും സൺഫ്ലവർ എണ്ണയും, അത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇരിക്കുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്തു? 10 മിനിറ്റും 20 മിനിറ്റും 30 മിനിറ്റുമായിട്ട് ഈ എണ്ണകളെ
ചൂടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. 10, 20, 30 മിനിറ്റ് ചൂടാക്കി. അപ്പോൾ ചൂടാക്കുമ്പോൾ ഏത് എണ്ണയിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? ഏതാണ്? ആൽഡിഹൈഡ്. ഞാൻ പറഞ്ഞത് ചൂടാക്കുമ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ വരുമ്പോൾ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ബിൽഡപ്പ് ചെയ്യും, ആൽഡിഹൈഡ്. അപ്പോൾ ഏതെണ്ണയാണ് ഏറ്റവും കൂടുതൽ ആൽഡിഹൈഡ് ആണെന്ന് അവർ കണ്ടെത്തണമായിരുന്നു. 10 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞപ്പോൾ കോക്കനട്ട് ഓയിലായിരുന്നു ഏറ്റവും സ്റ്റേബിൾ. അത് ചൂടാക്കി ടെമ്പറേച്ചർ ഉണ്ട്, 180 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇരിക്കുന്നത്. 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കുറഞ്ഞ തോതിൽ ആൽഡിഹൈഡ്. കോക്കനട്ട് ഉൽപ്പാദിപ്പിച്ചു, പക്ഷേ അതിൻ്റെ തോത് വളരെ പരിമിതമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഒലിവ് ഓയിലും അതുപോലെ തന്നെ 10 മിനിറ്റിൽ ഒലിവ് ഓയിലും കോണും സൺഫ്ലവർ. അതായത് കോക്കനട്ട് ഓയിൽ, ബട്ടർ സാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് ഇല്ല. വെർജിൻ ഒലിവ് ഓയിൽ മോണോ, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. കോണും സൺഫ്ലവർ 2 ഡബിൾ ബോണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടാണ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ലോജിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എണ്ണയിൽ ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്തോറും എന്ത് പറ്റും? ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം കൂടുന്തോറും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലിരിക്കുന്നത്. അതുകൊണ്ടാണ് മീനെണ്ണയ്ക്കകത്ത് വളരെ നല്ലതാണ് ഇരിക്കുന്നത്. മീനെണ്ണയ്ക്കകത്ത് 5 ഡബിൾ ബോണ്ട് ഉണ്ട്. ഐക്കോസ പെൻറ്റനോയിക് ആസിഡ് എന്ന് പറയും, ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്നത് മീനിൻ്റെ എണ്ണ. അതിനകത്ത് 5ഉം 6ഉം ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം മീൻ വറക്കുന്നതാണ് ഈ വെജിറ്റബിൾ ഓയിൽ വറക്കുന്നതിനേക്കാളും. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൻ്റെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഡാമേജ് വരാനുള്ള പോസിബിലിറ്റി ഇരിക്കുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്തു? അപ്പം നമുക്ക് ഡബിൾ ബോണ്ടുകളില്ലാത്ത കോക്കനട്ട് ബട്ടറും 20 മിനിറ്റ് നമുക്ക് നോക്കാം. കോക്കനട്ട് ഓയിൽ 90% സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ കോക്കനട്ട് ഓയിലായിരുന്നു ഏറ്റവും കുറഞ്ഞ ആൽഡിഹൈഡ് ഉൽപ്പാദിപ്പിച്ചത്. പിന്നെ ബട്ടറിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് 70%. കോക്കനട്ട് 90% സാച്ചുറേറ്റഡ്, ബട്ടർ 70%. മൂന്നാമത് ഒലിവ് ഓയിൽ, മൂന്നാമത്തെ സ്റ്റെബിലിറ്റി. നാലാമത്തത് കോൺ ഓയിൽ. ഏറ്റവും കൂടുതൽ ആൽഡിഹൈഡ് ഉൽപ്പാദിപ്പിച്ചത് സൺഫ്ലവർ ഓയിലായിരുന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൽഡിഹൈഡ് ഉൽപ്പാദിപ്പിച്ചത്. അങ്ങനെ അവർ വീണ്ടും 20-30 മിനിറ്റ് ചൂടാക്കി. 30 മിനിറ്റ് ചൂടാക്കിയപ്പോഴത്തേക്കും കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കുറഞ്ഞ ആൽഡിഹൈഡ് ഉൽപ്പാദിപ്പിച്ചു. രണ്ടാമത് ഉൽപ്പാദിപ്പിച്ചത് ബട്ടർ, മൂന്നാമത്തത് ഒലിവ് ഓയിൽ. ഏറ്റവും കൂടുതൽ ആൽഡിഹൈഡായിട്ട് മാറിയതാണ് എതിരിക്കുന്നത് സൺഫ്ലവർ എണ്ണ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റായിട്ട് ഇവിടുന്ന് കാണിക്കുന്നുണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാട്ട് ഈസ് ടേക്ക് ഹോം മെസ്സേജ് ഹിയർ? ഇതിൻ്റെ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചൂടാക്കാൻ നമുക്ക് ഒറ്റ എണ്ണ മാത്രമേ ഈ ഭൂമിയിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളതിരിക്കുന്നത്. അതേതാണ് ഇരിക്കുന്നത്? കോക്കനട്ട് ഓയിൽ, നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ. അതുകൊണ്ടാണ് കേരളക്കാർ നല്ല സ്ലിം ആയിട്ട്, രോഗികളൊന്നും വളരെ കുറവായിരുന്നു ഏത് മുൻകാലങ്ങളിൽ. 50-ലും 40-ലും 50-ലും ഒബേസിറ്റി നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീനിനെ, നമ്മുടെ പാരമ്പര്യത്തിനെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം 50 വർഷം മുമ്പ് നമ്മുടെ കാരണവന്മാർക്ക് തടിയില്ല, അവർക്ക് പ്രമേഹമില്ല, അവർക്ക് ഹൃദ്രോഗമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജീനിനെ, പാരമ്പര്യത്തിനെ കുറ്റം പറയാൻ പറ്റും? ഇന്ന് നമുക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീനാണല്ലോ നമുക്കുള്ളത്. ഈ 100 വർഷത്തിലൊന്നും ഒരു ജീവജാലത്തിന് മ്യൂട്ടേഷൻ ഉണ്ടാകണമെങ്കിൽ 5 ലക്ഷം വർഷത്തിലൊരിക്കലാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. അതായത് എൻ്റെ വല്യപ്പൻ്റെ ജീനൻ്റെ, എൻ്റെ 100 മുമ്പിലുള്ള തലമുറ ഉള്ള അതേ ജീനാണ് എനിക്ക് ഇന്നും ഉള്ളത്. ഇനി എൻ്റെ ജീൻ മാറണമെങ്കിൽ ഇനി ഒരു 4 ലക്ഷം വർഷം കഴിയണം. 4 ലക്ഷം വർഷം കഴിയണം, അപ്പോഴാണ് എൻ്റെ ജീൻ മാറത്തുള്ളിരിക്കുന്നത്. അപ്പം പാരമ്പര്യത്തിനെ കുറ്റം പറയത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഫാക്ടർ എന്ന് പറയും, നമ്മുടെ കിച്ചണിലാണ് മാറ്റം വന്നേക്കുന്നത്, നമ്മുടെ ജീനിലല്ല മാറ്റം വന്നേക്കുന്നിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചണിൽ വന്ന മാറ്റമാണ് എന്തുണ്ടാക്കിയേക്കുന്നത്? നമുക്ക് പൊണ്ണത്തടിയും വയറും പ്രമേഹവും ഇതുണ്ടാക്കിയിരിക്കുന്നത്. ആ മാറ്റം, പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എണ്ണയിലുണ്ടായിട്ടുള്ള ഒരു വ്യതിയാനമാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണയും ആനിമൽ ഫാറ്റായിട്ടുള്ള, നമ്മൾ കൊളസ്ട്രോളുള്ള, അല്ലെങ്കിൽ മട്ടൻ്റെ ഫാറ്റും റെഡ് മീറ്റും അതുപോലെ മീനിൻ്റെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഉപഭോഗം, മുട്ടയൊക്കെ കുറച്ചു. നമ്മൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന റിഫൈൻഡ് ഓയിൽസ് നമ്മുടെ അടുക്കളയിലേക്ക് കയറി വന്നിരിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട, അല്ലാതെ നമ്മുടെ ജീനല്ല ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റഡി നമുക്ക് കാണാം. ജേണൽ ഓഫ് ബയോളജിക്കൽ കെമിസ്ട്രിയിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റഡി, ജേണൽ ഓഫ് ബയോളജിക്കൽ കെമിസ്ട്രി വന്നിരിക്കുന്ന സ്റ്റഡി, മെലോൺ ആൽഡിഹൈഡ് എ പ്രൊഡക്റ്റ് ഓഫ് ലിപ്പിഡ് ഓക്സിഡേഷൻ ഈസ് മ്യൂട്ടജനിക് ഇൻ ഹ്യൂമൻ സെൽസ് ഇരിക്കുന്നത്. ഇതാണ് മെലോൺ ആൽഡിഹൈഡ് എ പ്രൊഡക്റ്റ് ഓഫ് ലിപ്പിഡ് ഓക്സിഡേഷൻ. ഞാൻ പറഞ്ഞല്ലോ ലിപ്പിഡ് ഓക്സിഡേഷൻ, ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എണ്ണ, ഓക്സിഡേഷൻ ഡാമേജ്, ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നുണ്ടാകുന്ന ഡാമേജ്, ലിപ്പിഡ് ഓക്സിഡേഷൻ. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് മെലോൺ ആൽഡിഹൈഡ്. എന്താണ് മെലോൺ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഡിഹൈഡ്, ഒരു കെമിക്കൽ ഉണ്ടാകുന്നു. ഓക്സിജനുമായിട്ട്, എണ്ണ ചൂടാക്കുമ്പോൾ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈസ് മ്യൂട്ടാജനിക് ഇൻ ഹ്യൂമൻ സെൽസ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ മാറ്റം വരുത്തും, ജീനിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്തും. അത് മ്യൂട്ടേഷനിലേക്ക് ഉണ്ടായി ക്യാൻസറിലേക്ക് നയിക്കും. ഏതാണ്? മെലോൺ ആൽഡിഹൈഡ്. അപ്പോൾ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ആൽഡിഹൈഡ് ഉണ്ടാക്കിയത് ഏതാണ്? സൺഫ്ലവർ എണ്ണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കോൺ എണ്ണ. ഏറ്റവും കുറഞ്ഞ ആൽഡിഹൈഡ് ഏതാണ് ഉണ്ടാക്കിയത്? നമ്മുടെ വെളിച്ചെണ്ണ ഇരിക്കുന്നത്. അപ്പം ദിസ് ഈസ് എ സ്ട്രോങ് മെസ്സേജ് ടു ഓൾ ഓഫ് യു.
എ വെരി സ്ട്രോങ് മെസ്സേജ്. വെളിച്ചെണ്ണയിൽ പൊരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ എങ്കിലും ഇസ് ഫാർ ബെറ്റർ. ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങയാണോ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ ചൂടാക്കിയ എണ്ണയാണോ നല്ലതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പറയും തേങ്ങയാണെന്ന്. കാരണം തേങ്ങയ്ക്കകത്ത് 100 കണക്കിന് പോഷകാംശങ്ങളുണ്ട്. അത് നമ്മൾ നെക്കിയെടുക്കുമ്പോൾ ആ പോഷകാംശങ്ങളൊക്കെ എവിടെ പോകും? ആ പിണ്ണാക്കിലേക്ക് പോയിരിക്കുന്നത്. ആ എണ്ണ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം തേങ്ങയായിട്ട് തിന്നുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ തേങ്ങാപ്പാലിനകത്ത് മീൻ കറി വേവിക്കുന്നതാണ് എണ്ണ ഒഴിച്ച് മീൻ കറി വെക്കുന്നതിനേക്കാളും നല്ലത്. കാരണം തേങ്ങാപ്പാലിനകത്ത് വൈറ്റമിൻ ഉണ്ട്, ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിണ്ണാക്കിലേക്ക് പോകും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രോങ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു എണ്ണയെ കുറ്റപ്പെടുത്താനല്ല, ഇതിൽ ശാസ്ത്രീയ വശതയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈവൻ ഇപ്പം ഈ റിഫൈൻഡ് ഓയിലും ചെറിയ തോതിലൊന്നും കഴിച്ചെന്നോർത്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് എക്സലൻറ്റ് അഡോപ്റ്റേഷൻ സ്കില്ലുണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ തോതിൽ കഴിച്ചെന്നോർത്തുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാക്കുന്നില്ല ഇരിക്കുന്നത്. പക്ഷേ ഏറ്റവും മേന്മയുള്ളത് ഐ ഡോണ്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് അക്യൂസിങ് സം അതർ സിസ്റ്റം ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മേന്മയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്. അപ്പം 1ാം സ്ഥാനം തേങ്ങയ്ക്ക് കൊടുക്കണം ഇരിക്കുന്നത്. എൻ്റെ പ്രമേഹ രോഗികൾക്ക് 100 കണക്കിന് പ്രമേഹ രോഗികൾക്ക് ഞാനൊരു സിമ്പിൾ ട്രിക്ക് കൊണ്ടിരിക്കുന്നത് 1 കോക്കനട്ട് പെർ ഡേ എന്നുള്ളൊരു ട്രിക്കിൽ കൂടി ഞാൻ അവിടെ ഷുഗർ 3 ദിവസം കൊണ്ട് താഴോട്ട് നമുക്ക് താത്താൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിലുള്ള ജ്യൂസുകളും തേങ്ങാപ്പാലിലുള്ള മീൻകറിയും തേങ്ങാപ്പാലും കൊണ്ടുള്ള സ്റ്റൂവും അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയിട്ടുള്ള സലാഡ്സും വെജിറ്റബിൾ അവിയൽ ലോകത്തിലെ നമ്പർ 1 ഫുഡാണ്. കാരണം വെജിറ്റബിൾ അതിനകത്ത് ഷുഗർ ഇല്ല. തേങ്ങ നന്നായിട്ട് നമുക്ക് ചിരണ്ടി ഇടാതിരിക്കുന്നത്. പിന്നെ ഞാൻ അട ഉണ്ടാക്കും, ഈ സ്പെഷ്യൽ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ പേഷ്യൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഗോതമ്പ് കുറച്ചെടുക്കാൻ പറയും, തേങ്ങ കൂടുതൽ എടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങയ്ക്കകത്ത് ഷുഗർ ഇല്ലല്ലോ, അതിനകത്ത് ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ നല്ല കലോറി അവർക്ക് കിട്ടുകയും ചെയ്തും കാർബോഹൈഡ്രേറ്റിൻ്റെ പഞ്ചസാരയുടെ അളവ്, അപ്പം വയറ് നിറച്ച് അട തിന്നാം, ഷുഗർ താഴോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇരിക്കുന്നത്. അപ്പം യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ചൂസിങ് the fat for heating because it's a question of your life. Health effect of oxidized heated oils ഇരിക്കുന്നത്. ജേണൽ ഓഫ് ഫുഡ് സർവീസ് റിസർച്ച് ഇന്റർനാഷണൽ 2006 പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയാണ്. ജേണൽ ഓഫ് ഫുഡ് സർവീസ് റിസർച്ച് ഇന്റർനാഷണൽ ഹെൽത്ത് എഫക്ട്സ് ഓഫ് ഓക്സിഡൈസ്ഡ് ഹീറ്റഡ് ഓയിൽസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? Considerable evidence has accumulated over the past 2 decades that heated cooking oils, especially polyunsaturated fatty oils, may pose several type of health risks to consumers of fried foods and even people working near deep fat fryers. അവരിത് പറഞ്ഞേക്കുന്നതാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ റിഫൈൻഡ് ഓയിൽസ് ചൂടാക്കുമ്പം അത് may possess several type of health risk. പല തരത്തിലുള്ള ഹെൽത്ത് റിസ്കുകൾ നമുക്ക് രോഗികളാക്കാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട്. ഏത് ഫ്രൈഡ് ഫുഡ് കഴിക്കുമ്പോൾ. ഫ്രൈഡ് ഫുഡ് മാത്രമല്ല, ഈ കുക്കിംഗ് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഫ്യൂംസ് പോലും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓയിൽ ചൂടാക്കുമ്പോൾ ഫ്യൂംസ് വരുമല്ലോ ഇരിക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നത്. ഈ വെജിറ്റബിൾ ഓയിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കറിയാം, പുകല സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ കെമിക്കൽസൊക്കെ നമ്മുടെ അതിൻ്റെ പുകയിലുണ്ടാകുന്നിരിക്കുന്നത്. അത് ശ്വസിക്കുന്നവർക്ക് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹീറ്റഡ് ഓയിൽസിൻ്റെ ഫ്യൂംസ് പോലും റിസ്ക് ഉണ്ടാക്കുന്നതാണ് ഈ പഠനം പറയുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം കൊളസ്ട്രോൾ നമുക്ക് ഹൃദ്രോഗം ഉണ്ടാക്കുന്നില്ല. ഇത് നിങ്ങൾ കയറി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇതെൻ്റെ കൈൻഡ് റിക്വസ്റ്റാണ് എല്ലാവരോടും ഇരിക്കുന്നത്. എന്താണ് ഓക്സിഡൈസ്ഡ് LDL? ഒന്ന് കയറി പഠിച്ചാൽ മതി. LDL എന്ന് പറഞ്ഞാൽ ചള്ള് കൊളസ്ട്രോൾ എന്ന് പറയുന്ന പേരാണ്. എന്താണ് LDL? ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ഇതാണ് ചള്ള് കൊളസ്ട്രോൾ. നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോവും. പിശാചൊക്കെ കേൾക്കുന്ന പോലെയാണ്. കൊളസ്ട്രോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഫസ്റ്റ് ചിന്ത അയ്യോ ഇറ്റ്സ് എ ഡിമോൺ, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു പെസ്റ്റിസൈഡ്, ആറ്റം ബോംബ് എന്നൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു പേടിയാണ് നമുക്ക് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലും രക്തത്തിലും കൊളസ്ട്രോൾ ഉണ്ടിരിക്കുന്നത്. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു എന്താണ് ഇരിക്കുന്നത്, ഒരു നമ്മുടെ ഒരു അവയവം പോലെയാണ് ഈ LDL എന്ന് പറഞ്ഞാൽ. അപ്പോൾ LDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊളസ്ട്രോൾ അല്ല സുഹൃത്തുക്കളെ. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കറിയാം, ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് വെള്ളത്തിലൊഴിച്ചാൽ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് അത് ലയിക്കത്തില്ല, വെള്ളത്തിലത് പൊന്തിക്കിടക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന എണ്ണ മൊത്തം നമ്മുടെ രക്തത്തിൽ കൂടെ പോകാൻ പറ്റത്തിലിരിക്കുന്നത്. രക്തത്തിലേക്ക് പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യും, നമ്മുടെ തലച്ചോറൊക്കെ പോയി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കാരണം വെള്ളത്തിൽ കൂടെ ഒരിക്കലും, രക്തം വെള്ളമാണല്ലോ, വെള്ളത്തിൽ കൂടെ ഒരിക്കലും എണ്ണയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ഇരിക്കുന്ന ഒരു ദിസ് ഈസ് എ മെത്തേഡ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഗുഡ്സ് ക്യാരിയർ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ആ ഗുഡ്സ് അല്ലെങ്കിൽ ബോട്ട് പോലെയാണ് ഇരിക്കുന്നത്. ബോട്ട് വെള്ളത്തിൽ കൂടെ പോകുമല്ലോ. അപ്പോൾ ഈ ബോട്ടിലേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, മിക്സ് ചെയ്യുന്നില്ല. അപ്പം ഈ LDL എന്ന് പറഞ്ഞത് ഒരു ബോട്ടാണ്. എന്തിനുള്ള ബോട്ട്? ഈ കൊഴുപ്പ്, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ബോട്ട്. അവിടുന്ന് നമ്മുടെ ലിവറിൽ ഉണ്ടാക്കുന്ന കൊഴുപ്പും ചെറുകുടലിൽ നിന്നുള്ള കൊഴുപ്പും ഈ ബോട്ടിൽ കയറിയിരിക്കും.
ബോട്ടിൽ കയറി ഇരുന്നിട്ട് അത് പയ്യെ നീന്തി നമ്മുടെ രക്തക്കൊള്ളിലൂടെ പോയി എല്ലാ കോശങ്ങൾക്കും തലച്ചോറിലേക്കും, കാരണം തലച്ചോറും കോശമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൊഴുപ്പും കൊളസ്ട്രോളും. അപ്പോൾ 24 hours 365 days ഇതിൻ്റെ സപ്ലൈ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് എന്ത് ചെയ്യും, കൊളസ്ട്രോൾ എല്ലാം ഓരോ കോശത്തിൽ കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ കാലിയാകും. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ എന്ത് ചെയ്യും, അവിടെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിച്ചതും നമ്മുടെ ഭക്ഷണത്തിൽ കഴിച്ച കൊളസ്ട്രോളും കൊഴുപ്പും നമ്മുടെ ശരീരഭാഗങ്ങൾ 100% ഉണ്ടാക്കിയിരിക്കുന്നത് കൊഴുപ്പും കൊളസ്ട്രോളും വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങൾക്കും, കണ്ണിൻ്റെ കോശങ്ങൾക്കും നമ്മുടെ ടെസ്റ്റിസിലെ കോശങ്ങൾക്കും എല്ലാ ടിഷ്യൂസിനും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തേക്കുന്നത്. കാരണം കോശത്തിൻ്റെ ഭിത്തി 100, തലച്ചോറ് ഏകദേശം 60% കൊഴുപ്പും കൊളസ്ട്രോളാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊളസ്ട്രോളിന് തുടർച്ചയായിട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്, ഒരു ഗുഡ്സ് ക്യാരിയറാണ് ഇതിരിക്കുന്നത് LDL. അപ്പോൾ ഒരു ചള്ള് കൊളസ്ട്രോളിനകത്ത് 1600 കൊളസ്ട്രോളും 250 കൊഴുപ്പും കയറിയിരിക്കും ഒരു ബോട്ടിനകത്ത്. എന്നിട്ട് നീന്തി പോയിട്ട് എല്ലായിടത്തും ഇങ്ങനെ കൊഴുപ്പും കൊളസ്ട്രോൾ കൊടുത്തിട്ട് കാലിയാവും അവിടെ ചെല്ലുമ്പോഴത്തേക്കും. എന്നിട്ട് അവിടെ തിരിച്ച് അവിടുന്ന് അടിഞ്ഞു കിടക്കുന്ന ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം വീടിൻ്റെ ഭിത്തി പോലെയാണ് ആ സിമെൻ്റാണ്. കൊഴുപ്പെന്ന് പറഞ്ഞ സാധനം നമ്മുടെ സിമെൻറ്റ് കട്ട. ഈ 2 സിമെൻറ്റ് കട്ടനെ ജോയിൻ ചെയ്തേക്കുന്നത് സിമെൻറ്റാണ് ഇരിക്കുന്നത്. ആ സിമെൻറ്റാണ് നമ്മുടെ കൊളസ്ട്രോൾ. അപ്പം ഈ ഇഷ്ടികയും സിമെൻറ്റും പോലെയാണ് കൊഴുപ്പും കൊളസ്ട്രോളും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം മൊത്തം ഉണ്ടാക്കിയേക്കുന്ന ഈ ഇഷ്ടികയും സിമെൻറ്റും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളത് ലിവറിൽ നിന്ന് ഈ ബോട്ടിൽ കയറി, അതാണ് LDL. അവിടെ ഉള്ളതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് HDL എന്ന് പറയും, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ LDLനെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു വസ്തുവല്ല. പക്ഷേ ഓക്സിഡൈസ്ഡ് LDL ചിലപ്പോൾ നമ്മുടെ ബോട്ടുണ്ടല്ലോ, LDL ബോട്ടാണ്. ഈ ഓക്സിഡൈസ്ഡ് LDL എന്ന് പറയും. നമ്മൾ ചൂടാക്കിയ എണ്ണയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റിയിരിക്കുന്നത്, ഈ ബോട്ടിനകത്തിരിക്കുന്നവൻ ഡാമേജ് ആയിട്ടുള്ള എണ്ണയായിരിക്കും ഇരിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന എണ്ണയാണല്ലോ ഈ ബോട്ടിലോട്ട് കയറാൻ പോകുന്നതിരിക്കുന്നത്. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള എണ്ണ, ഓക്സിഡൈസ്ഡ് എണ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ LDLൻ്റെ ഓക്സിഡേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഒരു LDL, ഇതൊരു ബോട്ടാണ് ഇരിക്കുന്നത്. ഈ ഉള്ളിൽ കാണുന്നതെല്ലാം കൊഴുപ്പിൻ്റെ മോളിക്കൂളാണ്, ഈ കറുപ്പ് നിർത്തി കാണുന്നതെല്ലാം. അപ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ചിന്തിക്കും ഈ LDL അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ചിന്തിക്കും, അയ്യോ ഈ ബോട്ടിനെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലോ, ഇവൻ പാകിസ്ഥാൻ്റെ ബോട്ടാണ്, ഇന്ത്യൻ ആർമിയാണ്. നമ്മുടെ പ്രതിരോധ കോശങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ ആർമിയുടെ ബോട്ട് വന്ന് ആക്രമിക്കത്തില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ബോട്ട് നമ്മുടെ ഇന്ത്യൻ തീരത്തിലേക്ക് വന്നാലോ അപ്പം നമ്മൾ ബോംബിട്ട് തകർക്കും. അപ്പം നമ്മുടെ പ്രതിരോധ കോശങ്ങളാണ് ഈ ചൂടാക്കിയ എണ്ണനെ ഒരിക്കലും കണ്ടിട്ടില്ല, അവിടെ എന്തോ ശത്രു അതിനകത്ത് ഇരിക്കുന്നുണ്ട്, ആ ബോട്ടിനകത്തിരിക്കുന്ന ശത്രു വന്ന് നമുക്ക് നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഒറ്റ ബോംബിടില്ല. അപ്പം ഈ ബോട്ട് തകർന്നിട്ട് കൊഴുപ്പ് അവിടെ അടിയാൻ തുടങ്ങും. ഇതാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന സംഭവിക്കുന്നത്. ഇപ്പം മനസ്സിലാകുന്നുണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഇടുന്ന ബോംബാണ് LDLനെ പൊട്ടിച്ച് അതിനകത്തെ കൊഴുപ്പിനെ താഴോട്ട് ചാടിച്ച് രക്തക്കൊല്ലുകൾ അടിപ്പിച്ച് നമുക്ക് രോഗികളാക്കി മാർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചൂടാക്കിയ എണ്ണ ഫ്രൈഡ് ചെയ്യുമ്പോഴും റിഫൈൻഡ് ഓയിൽസും ഡാൽഡയൊക്കെ ഉപയോഗിക്കുമ്പം നമ്മുടെ എണ്ണ ഏതാണ് ഇരിക്കുന്നത്, നമ്മുടെ LDL കൊളസ്ട്രോൾ ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ ബോട്ടിനകത്തേക്ക് കയറുന്ന കള്ളന്മാർ, അപ്പോൾ ഇങ്ങനത്തെ കൂട്ട് കള്ളന്മാർ നമ്മുടെ ബോട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഡാൽഡയും റിഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ ചൂടാക്കിയ എണ്ണ, പഴംപൊരിയും നെയ്യപ്പവും വീട്ടുണ്ടാക്കുന്ന പപ്പടം ഒക്കെ ഇത് സെയിം തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ KFC ചിക്കൻ മേടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടുണ്ടാക്കുന്ന പപ്പടവും നെയ്യപ്പം പോലും ഈ ഓക്സിഡൈസ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൂടുതൽ എണ്ണയും നമ്മൾ എന്ത് ചെയ്യണം, നാച്ചുറലായിട്ട് ഉപയോഗിക്കണം. ചിക്കൻ ഫ്രൈ ചെയ്താലും സെയിം പ്രശ്നം തന്നെയാണ് പറ്റുന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഈ എണ്ണകൾ നമ്മുടെ ബോട്ടിനകത്ത് LDLനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ എന്താ ചിന്തിക്കുന്നത്, ഒരുത്തം വരുന്ന ഒരു തീവ്രവാദിയാണെന്ന് എനിക്ക് തോന്നുന്നു, അവനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഈ ആക്രമണത്തിലാണ് എന്തുണ്ടാകുന്നിരിക്കുന്നത്, ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നിരിക്കുന്നത്. അടുത്തത് ഇതാണ്, നമുക്ക് നോക്കാം. ഓക്സ്ഫോർഡ് ജേർണലിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഓക്സിഡൈസ്ഡ്, നമ്മുടെ ബോട്ട് മൊത്തത്തിൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും. LDL എന്ന് പറഞ്ഞ ബോട്ടാണ്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും കൊണ്ടുപോകുന്ന ഒരു ബോട്ടാണ് എഴുതിയിരിക്കുന്നത് LDL, ഓക്സിഡൈസ് LDL, എ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ അത്രോജെനിസിസ് എന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അപ്പം അത്രോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഹൃദയത്തിൽ ഈ ബ്ലോക്ക് അടിയുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അത്രോജെനിസിസ്. ഹൃദയത്തിൽ ഈ ബ്ലോക്ക് അടിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അത്രോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡൈസ്ഡ് LDL, എ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ അത്രോജെനിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ഒരു നമ്പർ 1 ഫാക്ടർ LDL അല്ല. അപ്പോൾ ചള്ള് കൊളസ്ട്രോൾ അല്ല ഉണ്ടാക്കുന്നത്, ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള LDL ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ LDL ചള്ള് കൊളസ്ട്രോൾ ഉള്ള വിഭാഗം നമ്മുടെ ഇന്ത്യൻസ് ആണ് ഇരിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും, ഏഷ്യയിൽ നോക്കുമ്പോൾ 200 താഴെയുള്ളൂ, 100ൻ്റെ 120 താഴെയുള്ളൂ ഇന്ത്യക്കാരുടെ LDL കൊളസ്ട്രോൾ. പിന്നെ ഫ്രാൻസുകാർക്ക് 160 ഉണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല, ഹൃദ്രോഗമില്ല. അപ്പോൾ പക്ഷേ ഇന്ത്യക്കാർക്ക് ഈ ഹൃദ്രോഗം LDL കുറവാണെങ്കിൽ കൂടിയും ഈ ഹൃദ്രോഗത്തിൻ്റെയും
ഡയബറ്റീസിൻ്റെയും ക്യാപിറ്റലായിട്ട് മാറാൻ കാരണം നമ്മൾ മാത്രമേ എല്ലാ എണ്ണയും ചൂടാക്കി കഴിക്കത്തുള്ളൂ. പപ്പടം മുതൽ പഴംപൊരി വരെ ചൂടാക്കി അടിച്ചു കയറ്റുന്ന ഒറ്റ സമൂഹം മാത്രമുള്ള ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ ഇന്ത്യക്കാരിരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ കൊളസ്ട്രോളോ ഫാറ്റോ കഴിച്ചത് കൊണ്ടല്ല. ഈ അമേരിക്കൻസ് എത്ര മീറ്റ് കഴിക്കുന്നുണ്ട്, റെഡ് മീറ്റ് എന്തോരം കഴിക്കുന്നുണ്ട്. ഞാൻ അമേരിക്കയിലുള്ള സമയത്ത് കാണാം, നമുക്ക് അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 500 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു 20 അടി നീളത്തിൽ ബട്ടർ ഇങ്ങനെ ചീസ് അടുക്കി വെച്ചേക്കുക, ചീസും ബട്ടറും അടുക്കി വെച്ചേക്കുക സൂപ്പർ മാർക്കറ്റുകളിൽ ഇരിക്കുന്നത്. അവരെടുത്തുകൊണ്ട് പോകുന്ന വലിയ ഗാലൻ കണക്കിനാണ് ക്രീമും അതുപോലെ പൗണ്ട്സ് ഓഫ് ബട്ടറൊക്കെയാണ് വീട്ടോട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നിരിക്കുന്നത്. അവർക്ക് ഹൃദ്രോഗമില്ല. ഇവിടെ ഒരു കൊഴുപ്പും ഉപയോഗിക്കാതെ വെറും കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കുന്ന നമ്മുടെ ആർക്കൊണ്ടിരിക്കുന്ന കേരളക്കാർക്കും ഇന്ത്യക്കാർക്കുമാണ് അതിനേക്കാളും 100 കിലോ ഇറച്ചി ഒരു വർഷം കഴിക്കുന്ന 10. ഓക്കെ, അപ്പോൾ അമേരിക്കക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ LDL കൂടുതലാണ്, മീറ്റിൻ്റെ കൺസപ്ഷൻ 100 പൗണ്ടിൽ കൂടുതലാണ് ഒരു വർഷം. ഇന്ത്യക്കാരുടെ ആവറേജ് മീറ്റ് കൺസപ്ഷൻ 4 പൗണ്ടേ ഉള്ളൂ. ഒരു വർഷം 4 പൗണ്ടാണ് മീറ്റിൻ്റെ കൺസപ്ഷൻ ഉള്ളത് ഇന്ത്യക്കാർക്കുള്ളതിരിക്കുന്നത്. അവിടെ 100 പൗണ്ടിൽ കൂടുതലുണ്ടിരിക്കുന്നത്. എങ്കിലും 5 ഇരട്ടി കൂടുതലാണ് ഹൃദ്രോഗം വേറെ രാജ്യങ്ങളുമായിട്ട് അപേക്ഷിക്കുകയാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം, വേൾഡിലെ ക്യാപിറ്റൽ ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഇന്ത്യയിലെ 120 ലക്ഷം ജനങ്ങൾ ഒരു വർഷം മരിക്കുമ്പോൾ 40 ലക്ഷം ജനങ്ങൾ മരിക്കാനുള്ള കാരണം എന്താണ്? ഹാർട്ട് അറ്റാക്കാണ് ഇരിക്കുന്നത്. കൊളസ്ട്രോൾ കുറവും ഹാർട്ട് അറ്റാക്ക് എടുത്ത് കൂടുതലാണ്. ഇതിനാണ് ഇന്ത്യൻ പാരഡോക്സ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ പാറ്റേൺ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്, സ്വീറ്റ്സും, അതായത് നല്ല രീതിയിലല്ല നമ്മൾ കൊഴുപ്പ് അകത്താക്കുന്നത് മനസ്സിലാകുന്നിരിക്കുന്നത്. അവർ കൊഴുപ്പ് കഴിക്കുന്നത് എങ്ങനെയാണ്? നട്ട്സിൽ കൂടെ കഴിക്കും. അപ്പോൾ നാച്ചുറലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോക്കനട്ട് ഉണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് അവർ ജ്യൂസ് അടിച്ച് കുടിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ സലാഡ്സിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിക്കും. അപ്പോൾ എണ്ണ ഡാമേജ് ആകുന്നില്ല. പക്ഷേ നമ്മളെങ്ങനെയാണ് കഴിക്കുന്നത്? എണ്ണ കഴിക്കുന്നതിരിക്കുന്നത് ചിക്കൻ എടുത്തിട്ട് പൊരിക്കും, മീൻ എടുത്തിട്ട് എണ്ണയിലിട്ട് വറക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി കടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ കാവറുത്തത് എടുത്തിട്ട് എണ്ണ കുടിപ്പിച്ച് അത് നമ്മൾ, അപ്പോൾ അത് പല പ്രാവശ്യം ചൂടാക്കിയ എണ്ണയായിരിക്കും. അതിനകത്ത് എന്തോ ആൽഡിക്കേറ്റിൻ്റെ അളവ് കൂടും. അപ്പോൾ എന്ത് പ്രശ്നം പറ്റും? നമ്മുടെ LDL ഓക്സിഡൈസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഹൃദ്രോഗം കൂടുന്നത്, LDL കുറവുള്ള ഇന്ത്യക്കാർക്ക് ലോകത്തിലെ 1-ാം സ്ഥാനം ഹൃദ്രോഗത്തിന് വരാനുള്ള ആ വിരോധാഭാസത്തിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദ ടൈപ്പ് ഓഫ് കൺസപ്ഷൻ, ദ ഫുഡ് കൺസപ്ഷൻ, ഇൻജസ്റ്റിംഗ് ദ ഫാറ്റ്, നമ്മൾ എല്ലാം വറുത്തും പൊരിച്ചുമാണ് കഴിക്കുന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൊഴുപ്പ് കഴിക്കുന്നത് കുറവാണ്. വേറെ രാജ്യങ്ങളും മീറ്റും കൊഴുപ്പും കഴിക്കുന്നത് വളരെ കുറവാണ്. ആ കഴിക്കുന്നതോ റോങ് പാറ്റേണിലുമാണ് കഴിക്കുന്നത്. പിന്നെ ആ കഴിക്കുന്ന എണ്ണയും റോങ് ആയിട്ട്. ഇതാണ് നമ്മുടെ ഈ രോഗികളുടെ ക്യാപിറ്റലായിട്ട് നമ്മളെ മാറ്റിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു സ്ലൈഡ്സിലേക്ക് പോകാം. ഇതൊരു ദ്വീപാണ് ഇരിക്കുന്നത്, ടോക്കിലോ ഐലൻഡ്. നമുക്കറിയാം ഈ ദ്വീപുകളുടെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത, ഈ ലോകത്തുള്ള എല്ലാ ദ്വീപുകളുടെ ഒരു പ്രത്യേകത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ്വീപിൽ വേറെ എണ്ണകളൊന്നും കിട്ടത്തില്ല. ഇപ്പം കിട്ടുമായിരിക്കും. പണ്ടത്തെ കാലത്ത് അവർക്ക് ആകപ്പാട് കിട്ടുന്നത് തേങ്ങയാണ് കിട്ടുന്നതിരിക്കുന്നത്. പിന്നെ കുറേ മീനും കിട്ടുമായിരിക്കുന്നത്. അപ്പോൾ ഈ ടോക്കിലോ ഐലൻഡിൽ, ഇതൊരു ടോക്കിലോ സോളമൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു പോളിനേഷ്യൻ ഐലൻഡാണ് ഇരിക്കുന്നത്, ടോക്കിലോ ഐലൻഡ്. ഇവിടെ ഈ ജനവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം, അവിടെ നമുക്കറിയാം ഉപ്പിൻ്റെ അംശം കൂടുതലാണ് മണ്ണിൽ. ഈ ദ്വീപുകളിലെല്ലാം ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് നെല്ലോ, ഗോതമ്പോ, എന്താണ് ഇരിക്കുന്നത്, നമ്മുടെ റാഗിയോ, ഇങ്ങനെയുള്ള ഒരു സസ്യങ്ങൾക്കും അവിടെ വളരാൻ പറ്റത്തില്ല, ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ഫുഡ് തേങ്ങ മാത്രം കിട്ടുന്നതുകൊണ്ട് തേങ്ങ കുറേ പിടിച്ച് തിന്നും, പിന്നെ മീനും പിടിച്ച് തിന്നും. ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഇതാണ് ടോക്കിലോ ഐലൻഡ്. അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ അവരൊരു പഠനം നടത്തി, 1965 നടത്തിയ പഠനത്തിൽ അവർ പറഞ്ഞു, ടോക്കിലോവൻസ് ഒബ്റ്റെയിൻ മച്ച് ഹയർ പെർസെൻറ്റേജ് ഓഫ് എനർജി ഫ്രം കോക്കനട്ട് ദാൻ ദ പുക്കാപുക്കൻസ്. 2 ദ്വീപുകളുണ്ടായിരുന്നു, ഒന്ന് പുക്കാപുക്കയും ഒന്ന് ടോക്കിലാവും. ഈ ടോക്കിലാവ് എന്ന് പറഞ്ഞ ദ്വീപിൽ 63% അവരുടെ എനർജി. നമുക്കറിയാം 2000 കലോറിയാണ് നമുക്ക് വേണ്ടത്. 2000-ൻ്റെ 60% 63 എന്ന് പറയുമ്പോൾ 1200 കലോറി ഒരു ദിവസം അവർ കിട്ടിയത് ചോറിന്നോ ചപ്പാത്തിന്നൊന്നും അല്ല. ഇന്ന് നമ്മൾ കഴിക്കുന്ന 2000 കലോറിയിൽ 1600 കലോറി കിട്ടുന്നത് ചോറിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്, കേരളക്കാർക്ക് കിട്ടുന്നത്. 400 കലോറിയാണ് ബാക്കി എല്ലാത്തിനും കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ 2000 കലോറി ഭക്ഷണത്തിൽ 1200 മുതൽ 1300 കലോറി കിട്ടിയത് തേങ്ങയെന്നാണ് സുഹൃത്തുക്കളെ. തേങ്ങയാണ് കിട്ടിയത് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറേ മീനും പിടിച്ചു തിന്നു. അപ്പോൾ 63% ഭക്ഷണം കോക്കനറ്റ് ആയിരുന്നു ഇവരുടെ. അവരുടെ ഈ സ്റ്റഡി കൺക്ലൂഡ് ചെയ്തു, വാസ്കുലാർ ഡിസീസ് ഈസ് അൺകോമൺ ഇൻ ബോത്ത് പോപ്പുലേഷൻ. വാസ്കുലാർ ഡിസീസ് എന്താണ്? വാസ്കുലാർ ഡിസീസ് കണ്ടിട്ടിരുന്നാണ് പറഞ്ഞത്. വാസ്കുലാർ ഡിസീസ് അൺകോമൺ, കേട്ടുകേൾവി പോലുമില്ല. എന്താണ് വാസ്കുലാർ ഡിസീസ്? ഈ സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനും പറയുന്ന പേരാണ് വാസ്കുലാർ ഡിസീസ്. തിന്നുന്നത് വെറും തേങ്ങ മാത്രം, ഒറ്റ കേസ് പോലും ഇല്ലായിരുന്നു അവിടെ വാസ്കുലാർ ഡിസീസ്. ഇത് സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ. തിന്നുന്നത് വെറും തേങ്ങ. ഫോർ കമ്പാരിസൺ നമുക്ക് നോക്കുവാണെങ്കിൽ, ടു പുട്ട് ഇൻ ടു പെർസ്പെക്റ്റീവ്, നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ
140 മരണം വാസ്കുലർ ഡിസീസുകാരാണ്. ഒരു ദിവസം 18,000 പേരാണ് ഹൃദ്രോഗം സ്ട്രോക്കും പിടിപെട്ട് മരിക്കുന്നത് ഇന്ത്യയിൽ. ഒരു ദിവസം മരിക്കുന്നതാണ് 18,000 പേര് സ്ട്രോക്കും ഹൃദ്രോഗം പിടിപെട്ട് മരിക്കുന്നതാണ് ഇരിക്കുന്നത്. ഒരു ദിവസം മരിക്കുന്നത്. അപ്പോൾ ഇത്ര പേരെ കൊല്ലുന്നത് ഈ വാസ്കുലർ ഡിസീസാണ്. അപ്പോൾ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ തലയുണ്ടാകുന്ന സ്ട്രോക്കിന് പറഞ്ഞ പേരാണ് ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയും. ഹൃദയത്തിൽ ബ്ലോക്ക് അടിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഈ രോഗം അവിടെ കേൾവി പോലും ഇല്ലായിരുന്നു. അവരെന്താണ് കഴിച്ചത്? വെറും തേങ്ങ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക തേങ്ങയുടെ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളതിരിക്കുന്നത്. അടുത്ത നമുക്ക് അതുപോലെ നമുക്ക് നോക്കാം. കേരളക്കാർക്ക് നമ്മളെപ്പോഴും പറയുന്നുണ്ട് കേരളക്കാർ കൂടുതൽ രോഗികളാണെന്നുള്ളതിരിക്കുന്നത്. അപ്പോൾ കേരളയുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 75 വർഷമാണ്. ഇന്ത്യക്കാർക്ക് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 68 വർഷമുള്ളൂ ഇരിക്കുന്നത്. കേരളക്കാർ 75 വർഷം, അതായത് ബാക്കിയുള്ളവരെക്കാളും ഒരു 7 വർഷം കേരളക്കാർ കൂടുതൽ ജീവിച്ചിരിക്കുന്നുണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? ഈ വെളിച്ചെണ്ണ മോശമാണെങ്കിൽ കേരളക്കാർ 75 വർഷം ജീവിച്ചിരിക്കുമോ? എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇരിക്കുന്നത്. ഒരിക്കലും അത് സാധിക്കത്തില്ല ഇരിക്കുന്നത്, ഒരിക്കലും പറ്റത്തില്ലിരിക്കുന്നത്. അപ്പോൾ ദിസ് ഓൾ ആർ ലോജിക് പോയിന്റ്. അപ്പോൾ എൻ്റെ കൈൻഡ് അഡ്വൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റഡി ഫർദർ. ഞാൻ ചില ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പഠിച്ചു നോക്കാം. ഒമേഗ 6 ആണ് റിഫൈൻഡ് ഓയിൽസിനുള്ളത്. കോക്കനട്ട് ഓയിൽ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഉപഭോഗം കുറഞ്ഞു, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ഉപയോഗം കൂടി കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈമിലാണ് നമുക്കറിയാം ഹോസ്പിറ്റലുകൾ. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ നാട്ടിലൊക്കെ, കോഴിക്കോടാണ് എൻ്റെ നാടിരിക്കുന്നത്, കോഴിക്കോടൊക്കെ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം അവിടുത്തെ പലചരക്ക് കടകളെക്കാളും കൂടുതലായിട്ടിരിക്കുന്നത്. ഏത് വന്നപ്പം ഈ പാറ്റേൺ ചേഞ്ച് ആയി കഴിഞ്ഞപ്പോഴിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സ്ട്രോങ് മെസ്സേജ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ജീനല്ല രോഗം ഉണ്ടാക്കുന്നത്, നമ്മുടെ ഇഗ്നോറൻസാണ്, അറിവില്ലായ്മ. ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മളെ രോഗികളാക്കി തീർക്കുന്നതിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ പരിശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറിവുള്ളവരാക്കി തീർക്കുക ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ച്. അതിനാണ് ഞങ്ങൾ സയൻറ്റിഫിക് ഹെൽത്ത് ടിപ്സ് ഇൻ മലയാളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓരോ കേരളക്കാരെയും 100% സാക്ഷരതയുള്ള കേരളക്കാരെ ഭക്ഷണ ക്രമീകരണത്തിനും കൂടി ഞങ്ങൾ 100% സാക്ഷരതയായി തീർക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം ഇരിക്കുന്നത്. അതെനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കത് കയറി പഠിക്കുക. ഇത് നിങ്ങളോട് കേട്ടിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇത് നിങ്ങൾക്ക് സത്യമാണ് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കേരളത്തിലേക്ക് നടത്തുന്ന ഞങ്ങളുടെ ഈ ചെറിയ പരിശ്രമത്തിൽ നിങ്ങളുടെ ഭാഗമാക്കുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കും. താങ്ക് യു എവരിവൺ.